തൃശ്ശൂർ പൂരത്തിന്റെ ആ ഒരു സെറ്റപ്പ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കൃഷ്ണൻ എന്താ ഒരു മരത്തിന്റെ ചോട്ടിൽ നിന്ന് ഓടക്കുഴൽ ഊതുന്ന ഒരു തീമാണ്. കായംകുളം കൊച്ചുണിക്ക് വരെ തെറ്റി പോകുന്ന വിധത്തിലുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നാകുമ്പോ നമ്മൾ ഇതൊന്നും മാറ്റി നിർത്താൻ പറ്റത്തില്ല അല്ലെ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ലെങ്ത് ആക്കണമെങ്കിൽ ലെങ്ത് ആക്കാം. ഓ എന്ത് പ്രിറ്റി അല്ലേ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഫുൾ എമൗണ്ടിൽ വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ EMI നമ്മൾ അവൈലബിൾ ആണ്. ഇൻവിസിബിൾ ചെയിൻ വിത്ത് ലോക്കറ്റ്. ഇത് വെച്ച് നോക്കാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയും ബ്യൂട്ടിഫുൾ പീസ് ആണ്. ഹിപ്പ് ബെൽറ്റിലെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട് ആരും കൊണ്ടുവന്ന് കാണത്തില്ല അല്ലെ. സ്പേസ് മാത്രമല്ല ഉള്ളിൽ ഞാൻ അന്വേഷിച്ച് നടന്നിരുന്ന സംഭവം. ഈ ഡിസൈന് നമ്മൾ പേര് കൊടുത്തേക്കുന്നത് ത്രയംബക ഡിസൈൻ എന്നാണ്. ഇവിടെ തുണികളും കിട്ടും, അതും കസ്റ്റമൈസ് ചെയ്യുമല്ലേ. അടിപൊളിയല്ലേ ശരിക്കും. ആ ഒരു സാരി കൊടുത്ത് ഒരൊറ്റ പീസ് ഇട്ടാൽ മതി. നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ പീസ് വെയർ ചെയ്താൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, സോഫ്റ്റ് ആണെന്ന് പിടിച്ചു നോക്കി. ഈ ഒരു റോയില് ഫുള്ള് നമ്മൾ അത്യാവശ്യം ഹെവി കുന്തൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നയൻതാര ഒക്കെ ഇട്ട് വൈറലാക്കിയിട്ടുള്ള സംഭവമാണ്. അയ്യോ കല്ലെല്ലാം ഇളകി പോയോ എന്നൊന്നും വിചാരിക്കണ്ട, ഒന്നും പോയില്ല, എല്ലാം അവിടെ തന്നെ കാണും. വല്ല കൈവശം തന്നുണ്ട് നോക്കിയത് ഇവിടെ വന്നപ്പോ ഇവിടെയുണ്ട്. എത്ര കിളിയിരിക്കുന്ന 6 നമുക്ക് ഗോൾഡിലൊക്കെ കിട്ടുന്ന എക്സാക്ട് ഡിസൈൻ ആണ് ഈ വന്നേക്കുന്നത്, രാജവാടി എന്ന് പറയുന്നത്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കായംകുളം കൊച്ചുണിക്ക് വരെ തെറ്റി പോകുന്ന വിധത്തിലുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അടിച്ചു മാറ്റാൻ പോകുമ്പോഴും ശരിക്കും ഒറിജിനൽ പോലെ തോന്നും കേട്ടോ. അപ്പൊ ഒറിജിനൽ പോലെ തോന്നിക്കുന്ന ഒറിജിനൽ ഐറ്റംസ് തന്നെ, പക്ഷെ ഒറിജിനലിന്റെ പ്രൈസ് ഒന്നും കൊടുക്കണ്ട, അപ്പൊ റേറ്റ് കുറവിന്. അപ്പൊ എന്താ ഏതാണെന്നുള്ള ഒരു ചെറിയ ഹിന്റ് കിട്ടിയില്ലേ. അപ്പൊ ആൾക്ക് വരെ തെറ്റി പോകുന്ന ഐറ്റംസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ കായംകുളത്താണ്. കായംകുളത്ത് ജംപ് ഫോർ ഹെർ, യെസ് വെഡിങ് സ്റ്റോർ ആണ്. വെഡിങ് സ്റ്റോർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെഡിങ്ങിന് മാത്രമല്ല, ബ്രൈഡലിന് മാത്രമല്ല, ബ്രൈഡലിന് അപ്പുറത്തിപ്പുറത്തൊക്കെ നിൽക്കുന്നത്. പിന്നെ ഇതൊന്നല്ല എനിക്ക് വിഷയം എന്ന് പറയുന്നത് ഇവരുടെ ഒരു സിഗ്നേച്ചർ പീസ് ഉണ്ട്. ആഹാ, അത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ലൊക്കേഷൻ അറിയണം നമുക്ക്. ലൊക്കേഷൻ വരുന്നത് എക്സാക്ട് ഇപ്പൊ ഈ കട ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കടയുടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനാണ് വരുന്നത്. 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് റെയിൽവേ സ്റ്റേഷൻ. റൈറ്റ് സൈഡിലാണെങ്കിൽ 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്, കായംകുളം ബസ് സ്റ്റോപ്പ്. അതുപോലെ തന്നെ ഈ റോഡിനെ പറയുന്നത് KP റോഡിന്റെ അവിടെ നമ്മൾ വന്നിരിക്കുന്നത് ജംപ് ഫോർ ഹെർ സിഗ്നേച്ചർ പീസ് കാണാൻ വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആണ്. യെസ്, കേറി വാ മക്കളെ, ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്പേസ് മാത്രമല്ല ഉള്ളിൽ ഞാൻ അന്വേഷിച്ച് നടന്നിരുന്ന സംഭവം ഇത് ഇവിടെ ഉണ്ടോ മക്കളെ. സൂപ്പർ. ഇത് വേറെ സ്ഥലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. കുറെ നാളെ ഞാൻ ഈ തപ്പി നടക്കണ്ടായിരുന്നു. ഇതിൽ ഇവിടെ ഒരാൾ ഇരിക്കണ്ടായിരുന്നു അല്ലേ, കണ്ടില്ല, സോറി. എന്തായാലും വാ ഇവിടെ വാ. അപ്പൊ എന്തായാലും മൈക്കൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം വെറുതെ. ഇവിടുത്തെ ഓണറാ. ഹായ് ഇങ്ങോട്ട് നീങ്ങി വാ. ഞാൻ കുറെ നാളായി ഈ സംഭവം തപ്പി നടക്കണം. എന്തായാലും ഇവിടെ സംഭവം കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് വേറെ സ്ഥലത്തൊന്നും ഇല്ല നമ്മളുടെ ഓൺ പ്രോഡക്റ്റ് ആണ്, നമ്മുടെ സിഗ്നേച്ചർ ഡിസൈൻ അവരുടെ സിഗ്നേച്ചർ. അപ്പൊ ആദ്യം ഇത് കാണിക്കാളും മുന്നേ ഇവിടെ എന്താ സംഭവം എന്നുള്ളത് ഒന്ന് ഇങ്ങോട്ട് കയറി വരൂ. പേര് ശരണ്യ. നമ്മുടെ ഷോപ്പിന്റെ പേര് ജംപ് ഫോർ ഹെർ. യെസ്, എല്ലാരും ജം ആയിട്ട് നല്ല തിളങ്ങി നിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ നിൽക്കുന്ന സ്ഥലം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പക്ഷെ ഇവരുടെ കുറെ സിഗ്നേച്ചർ പീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോട്ടോ കൊണ്ടുവന്നത് അപ്പൊ തന്നെ അച്ചടിച്ച് ഇങ്ങോട്ട് തരും അല്ലെ. അതും ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ്, പ്രീമിയം ക്വാളിറ്റിയില്. ഇനി ഇതിനപ്പുറം നമ്മൾ പെണ്ണുങ്ങൾക്ക് എന്താ വേണം? ഡ്രസ്സ് മാത്രമല്ല, നമുക്ക് ഓർണമെന്റ്സ് ഇതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം, അതും സ്വർണ്ണ വില അല്ലാത്ത റേറ്റിന്. അത് തന്നെ, സ്വർണത്തിന്റെ അതേ ക്വാളിറ്റി ഫിനിഷിംഗിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇവിടെ കിട്ടുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ മൊത്തം എത്നിക് വെയർ ആണ്. വെസ്റ്റേൺ വെയർസ് അങ്ങനെ കുറവായിരിക്കില്ല, കൂടുതൽ എത്നിക് വെയർസ് ആണ് കൂടുതലും വരുന്നത്. പിന്നെ നമ്മളുടെ കൂടുതലും ബ്രൈഡൽ ഓറിയന്റഡ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓഫീസ് വെയർസ് ആയിട്ടുള്ള നമ്മുടെ കൊറിയൻ ജ്വല്ലറി കളക്ഷൻസും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ എക്സൈറ്റഡ് ആണ്. പക്ഷെ അതിനേക്കാളും മുന്നേ ഈ ഒരു കൗണ്ടറിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ വയ്യ. ഇതാണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കളക്ഷൻ ഞാനിപ്പോ ഒരെണ്ണം മാത്രം നോട്ടിട്ട് വെച്ചിട്ടുള്ള, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു മൊത്തം കൗണ്ടർ വരുന്നത് സിഗ്നേച്ചർ പീസ് ആണ്. അതെ. ഓക്കെ, ഇതിനെ കുറിച്ച് എങ്ങനെ ഇങ്ങനെ ഒരു സിഗ്നേച്ചർ പീസ് ഉണ്ടാക്കാനായിട്ട് ആ ഒരു തോന്നൽ വന്നത്? കാരണം ഇത് ഒരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല. അതെ, സ്ഥിരം എല്ലാവർക്കും കിട്ടുന്ന ഐറ്റംസ് നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ വേണ്ടേ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഫസ്റ്റ്ലി തുടങ്ങിയ ഒരു സംഭവമാണ്. അപ്പം ഒരുപാട് പേര് വെയിറ്റിംഗ് ആയിരുന്നു ഇങ്ങനെ ഒരു ഐറ്റത്തിന്. അപ്പോഴാണ് നമുക്ക് അവരുടെ ഒരു റെസ്പോൺസ് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളും അതനുസരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇപ്പൊ നമ്മളുടെ ഓൺ ഡിസൈന് നമ്മൾ പുതിയ വെറൈറ്റി ആയിട്ട് ഒരുപാട് ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. കാരണം ഞാനൊരു തൃശ്ശൂർക്കാരിയാണ്. തൃശ്ശൂരത്തെ തൃശ്ശൂർ പൂരത്തിന്റെ തൃശ്ശൂർ കൊടമാറ്റാണ് ഇവിടെ. അതെ. അത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പീസ് എന്തായാലും കാണാം. ഇങ്ങനെ ഒരു സംഭവം ആരും ചിന്തിച്ചിട്ട് പോലും ഇല്ല.
അങ്ങനെ ഒരു ഐറ്റം നമ്മൾ ഇതാ ഇപ്പൊ പ്രൗഡ്ലി പ്രസന്റ് ചെയ്യാണ്. ജംഫോഹറിന്റെ സിഗ്നേച്ചർ ഐറ്റം. ഇത് നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. 100 അല്ല 101% ഉറപ്പാണ്. ഇത്രയും ഇനിയിപ്പോ ഇതിന് സ്റ്റോണിന്റെ കളർ മാറ്റി പിടിക്കണമെങ്കിൽ അത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് തരാം. അത് ഇനിയിപ്പോ ആനയുടെ എണ്ണം കുറച്ചോ 2 കൂടി കൂടുതൽ വേണോ, ആന വേണോ, കൊടയുടെ എണ്ണം കുറയ്ക്കണോ, നമുക്ക് കുറയ്ക്കാം. കൂട്ടണമെങ്കിൽ നമുക്ക് കൂട്ടാം. നിങ്ങൾക്ക് ലെങ്ത് കൂട്ടണോ വിഡ്ത് കുറയ്ക്കണോ എങ്ങനെയാണെന്ന് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് മാറ്റം. ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിച്ചു, ഇതില് കുടമാറ്റത്തിന് ആന നെറ്റിപ്പട്ട ഇത് മാത്രല്ല, ഇവിടെ 2 കൊമ്പുകുഴലും മൊത്തം തൃശ്ശൂരത്തിന്റെ ആ ഒരു സെറ്റപ്പ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത് അടിപൊളിയാണ്. ഇനിയിപ്പോ ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിച്ചാൽ മതി. കാരണം ഈ ഒരു പീസ് മാത്രമല്ല, നമുക്ക് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ആനര എണ്ണം കൂടുമ്പോൾ റേറ്റ് കൂടും, ആനര എണ്ണം കുറയുമ്പോൾ റേറ്റ് കുറയും, അങ്ങനെ മാറ്റങ്ങൾ വരും. അപ്പൊ ഇതിനെ കുറിച്ച് പുകഴ്ത്തിയാലും തീരില്ല, കാരണം ഞാൻ തൃശ്ശൂർക്കാരി ആയതുകൊണ്ടേ. അപ്പൊ ഇതവിടെ നിൽക്കട്ടെ. ഇനിയും വേറെ ഒരു സംഭവം കൂടി ഉണ്ട്. പിന്നെ നമ്മുടെ എല്ലാം കേരളക്കാർക്ക് പ്രൗഡ് ആയിട്ടുള്ള ഒരു നിമിഷം. അതെ, ഇതും ഇവരൊരു സിഗ്നേച്ചർ പീസ്. നമ്മുടെ കേരളത്തിൽ നിന്നാകുമ്പോൾ നമ്മൾ ഇതൊന്നും മാറ്റി നിർത്താൻ പറ്റത്തില്ല അല്ലെ. നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും പ്രൗഡായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. അതും ഒരുപാട് പേരുടെ കയ്യിൽ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമല്ല. നമുക്ക് നമ്മളുടേതായ രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ചെറിയൊരു കസ്റ്റമൈസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ ആ ഒരു സാധനം കാണുള്ളൂ. വേറൊരു കാര്യം കൂടി, നമ്മളിപ്പോ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് ഈ ഒരു സംഭവം വേണമെന്ന് പറയുകയാണെങ്കിൽ ഇത് വേറെ ആർക്കും ഈ ഡിസൈൻ കൊടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ചെയ്ത് തരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡീൽ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഈ ഒരു പീസ് എനിക്ക് മാത്രം, അല്ലെങ്കിൽ ഈ ഒരു സംഭവം എനിക്ക് വേറൊരു സ്ഥലത്തേക്കും പുറത്തേക്ക് പോകരുത്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ വേണമെന്ന് പറയുകയാണെങ്കിൽ ഇവിടേക്ക് തന്നെ വരേണ്ടി വരും. ഓക്കെ, ഇനി ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ടോ? എങ്ങനെയാണ് ഇതിന്റെ കളറ്? ഇത് നമുക്കിപ്പോ ഇതിപ്പോ ആന്റിക് ഷെയ്ഡിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഗോൾഡൻ ഷെയ്ഡിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിപ്പോ നമ്മൾ കഥകളിയുടെ ആ ഒരു തീം പിടിച്ചിട്ടാണ് നമ്മൾ ഇതിൽ ഇവിടെ മിഡിലില് ഗ്രീൻ കൊടുത്തേക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് റെഡ് വേണമെങ്കിൽ ഇത് റെഡിലാക്കാം നമുക്ക്. അതല്ല റോയൽ ബ്ലൂ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ആ ഒരു സ്റ്റോണിന്റെ ഷെയ്ഡ് മാറ്റാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ചെയിൻ ഈ ഒരു രീതിയല്ല, നിങ്ങൾക്ക് വേറൊരു പാറ്റേണിൽ വേണം. ഇപ്പൊ അവിടെ ഒരു മുത്തുക്കട പാറ്റേണോ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഞാനിവിടെ കമ്മലും മാലയും ഒന്നും ഇടാണ്ട് വന്നിരിക്കുക. ഈ ഒരു സ്വർണ്ണക്കട എന്ന് പറയാ. ഇവർക്കാണെങ്കിൽ വരുമ്പോ എന്തിനാ നമ്മൾ ഇട്ടൊക്കെ ഇവിടുന്ന് ഇട്ടിട്ട് അങ്ങോട്ട് പോവാം. ഈ ഒരു വൈബ് കാണുമ്പോൾ എന്തായാലും ഇടാണ്ടിരിക്കാൻ പറ്റില്ല. വിത്ത് യുവർ പെർമിഷൻ ഞാൻ ഇത് ഒന്ന് എടുക്കുന്നുണ്ട്. എന്തായാലും ഇത് വെച്ച് നോക്കാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയും ബ്യൂട്ടിഫുൾ പീസാണ്. ശരിക്കും സാരി ഒക്കെ കൊടുത്ത ഒരു ബ്രൈഡ് ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് തന്നെയാ, ഒരെണ്ണം മതി, വേറെ കൂടുതലൊന്നും ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ നമ്മൾ വിചാരിക്കും അയ്യോ ഇതിന് ഭയങ്കര റേറ്റിനും ടെൻഷൻ അടിക്കേണ്ട EMI സംഭവമുണ്ട്. നമുക്കിപ്പോ വീട്, വണ്ടി ഇത് മാത്രമല്ല കേട്ടോ, സ്വർണ്ണം നമുക്ക് ചെയ്യാല്ലേ. അപ്പൊ ഈ EMI കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. ഇതല്ലാണ്ട് വേറെയും കുറെ സിഗ്നേച്ചർ പീസുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ തൊട്ടപ്പുറത്തേക്ക് വരാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ളത് അല്ലെ. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാം. ഈ ഡിസൈന് നമ്മൾ പേര് കൊടുത്തേക്കുന്നത് ത്രയംബക ഡിസൈൻ എന്നാണ്. ഡിസൈൻ പേരുകളൊക്കെ ഉണ്ട്. ഇത് തന്നെ നമ്മൾ പല പാറ്റേൺസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോ ലക്ഷ്മി ദേവിയാണ് ഇതിന്റെ മിഡിലിൽ വന്നേക്കുന്നത്. പിന്നെ ഇത് ടോപ്പിൽ ഗുരുവായൂരപ്പം വന്നിട്ടുള്ള രീതിയിൽ. ഇതൊരു ടൈമിൽ നമ്മളുടെ സംയുക്ത വർമ്മ ഇട്ടിട്ട് ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു പീസായിരുന്നു. അപ്പൊ നമ്മളുടെ കസ്റ്റമറിന്റെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പീസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഇത് തന്നെ സിംഗിൾ നമ്മൾ ചെയിനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് പല ഷേപ്പിലും ഒക്കെ ആക്കി നമ്മൾ സ്റ്റോണും സ്റ്റോൺലെസ്സും ഒക്കെ ആക്കിയിട്ട് നമ്മൾ ആ ഒരു ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പേജ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഏതാ പേജിന്റെ പേര്? ജംഫോർ. ആ ഒരു പേജിൽ നോക്കിയാൽ ഇതിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ പറ്റും. ഇനി അപ്കമിങ് ആയിട്ട് പുതിയ പുതിയ മോഡൽസ് വരാണെങ്കിൽ അതും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ശരിക്കും കാണാത്ത കുറച്ച് വെറൈറ്റീസ്, ഇനി കാണുന്ന വെറൈറ്റീസ് ഡെയിലി നമ്മൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പുറത്ത് ഉണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോ ഇങ്ങനെ നിന്ന് പോയതാണ്. ഇനി കഥകളിയിൽ തന്നെ ഡിഫറെന്റ് കുറച്ചുകൂടി ലെങ്ത് കൂടിയ ടൈപ്പ് ആയിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു സംഭവം കൂടി പ്രത്യേകിച്ച് എടുത്ത് പറയാനുണ്ട്. ഇത് വന്നേക്കുന്നത് കൃഷ്ണനാണ്. കൃഷ്ണൻ ദാ ഒരു മരത്തിന്റെ ചോട്ടിൽ നിന്ന് ഓടക്കുഴൽ ഊതുന്ന ഒരു തീമാണ് വന്നേക്കുന്നത്. ഭയങ്കര വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ഒരു പീസാണ്. അതും നമ്മൾ ആന്റിക്കിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഷെയ്ഡ്സ് നിങ്ങൾക്ക് ഏത് ഷെയ്ഡിൽ വേണമെങ്കിലും ചെയ്യാം. ഗോൾഡൻ ഷെയ്ഡ്, ആന്റിക് അല്ലെങ്കിൽ ചെട്ടിനാട് വേണമെങ്കിൽ ചെട്ടിനാട്, അതെല്ലാം നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഷെയ്ഡ് നമ്മൾ ഏത് വേണേലും ചെയ്ത് കൊടുക്കണ്ടേ. ഇതൊക്കെ ആയി. പിന്നെ നോർമൽ നമ്മുടെ കേരള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പാലക്ക നാഗവടം, നമ്മൾ കോമൺലി നോർമൽ ഒരു പാലക്കാമാല, നാഗവടം മാല അങ്ങനെയല്ലേ കണ്ടേക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട്, പക്ഷെ ആ ട്രഡീഷണൽ ലുക്ക് പോകാതെ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് വേറെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ ചൂസ് ചെയ്യാം. അതില് വലുതും ചെറുതായിട്ട് പല കളേഴ്സ്. ഒരു ഫംഗ്ഷൻ ഒക്കെ പോവാണെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ട് നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ പീസ് വെയർ ചെയ്താൽ മതി. അതാണ് ഈ ഒരു സെക്ഷൻ ഫുൾ വന്നിരിക്കുന്നത്. അപ്പൊ
അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഇവിടെ ഒക്കെ സിഗ്നേച്ചർ പീസ് തന്നെയാണ്. ഇനി ഇപ്പുറത്തെ സൈഡ് വരാണെങ്കിലും പാലക്കര തന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഫുൾ ഇവരുടെ സിഗ്നേച്ചർ പീസാണ് ജം ഫോർ ഹെയർ. യെസ്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരാം. നമുക്ക് എന്തായാലും ഓരോന്നോരോന്നായിട്ട് പിടിക്കാം. എന്തായാലും ഫുൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കാണിക്കാനുണ്ട്. ഇനി അത് കൂടാണ്ട് വേറൊരു സിഗ്നേച്ചർ സംഭവം കൂടി ഉണ്ട്. ഇത് ഹിപ്പ് ബെൽറ്റ് ആണ്. ഹിപ്പ് ബെൽറ്റിൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട് ആരും കൊണ്ടുവന്ന് കാണത്തില്ല അല്ലേ? സത്യം. അതാണ്, അതും നല്ല രീതിയിൽ നമ്മൾ വർക്ക് കൊടുത്ത് ചെയ്തേക്കുന്ന ഒരു ആന്റിക് പീസ് ആണ്. ഇത്ര അധികം വർക്കിലൊന്നും ആരും എവിടെയും ചെയ്ത് കൊടുത്തിട്ടില്ല. ഒരുപാട് പേര് നോക്കി നടക്കും. ഇപ്പൊ ബ്രൈഡ്സിനാണെന്നുണ്ടെങ്കിൽ തന്നെ ഒറ്റ ഒരു ഹിപ്പ് ബെൽറ്റും ഒരു മാലയും വിയർ ചെയ്താൽ തന്നെ ഫില്ലായിട്ട് നിൽക്കും. അതല്ല ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ ഈ എന്നൊക്കെ പറയുമ്പോ സാധാരണ നമ്മൾ വിചാരിക്കും ഈ കല്യാണ പെണ്ണിന് മാത്രം അവകാശപ്പെട്ടതാണെന്ന്. അങ്ങനെയൊന്നല്ല കേട്ടോ. ഇപ്പൊ ഈ ഭരതനാട്യം കളിക്കുന്നവർ അവർക്ക് തന്നെ എല്ലാവരും ഒരുപോലെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നല്ലേ, കുറച്ച് യൂണിക് ഡിഫറെന്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ അവർക്കും ഈ ഒരു സിഗ്നേച്ചർ പീസ് ആയിട്ടുള്ള ഹിപ്പ് ചെയിൻസും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇനി ഇതല്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഡിസൈൻ ഇതിലും കൊണ്ടുവരാൻ പറ്റും. ഇത് മാത്രമല്ല കേട്ടോ, ഇതൊരു ചെറിയൊരു ചെയിൻ വേണമെങ്കിൽ അതിലും വേണമെങ്കിൽ നമുക്ക് അത് കൊണ്ടുവരാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് കൂടാതെ ഇതാ എവിടെയും ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഇതിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ നോർമൽ കാണുന്നത്. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഫിനിഷിങ്. നമ്മൾ സാധാരണ ഗോൾഡിൽ കാണുന്ന സെയിം ആ ഒരു ഫിനിഷിങ്, ആ ഒരു ക്വാളിറ്റിയോട് കൂട്ടിയിട്ട് ഇപ്പം ഈ സെയിം ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് പുറത്ത് 100 രൂപയ്ക്ക് കൊടുത്താലും സാധനം കിട്ടും. പക്ഷെ അതിൻ്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം ഉണ്ട്. അത് ഫ്രണ്ടിലായാലും അതുപോലെ തന്നെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റഫ്നെസ് നമ്മുടെ ഡ്രസ്സിലൊക്കെ വരുമ്പോൾ ഹാർഷാവുക, അങ്ങനെ നൂല് പൊന്ത, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാം. ഒന്നുമില്ല, ഫുൾ ഫിനിഷിംഗ് ആണ് വരുന്നത്. അത് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അത് ഉണ്ടാവും, ഇവിടെ നിന്ന് മേടിക്കുമ്പോൾ ആ ഒരു സംഭവം ഇവിടെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഇനി ഈ ഒരു സെക്ഷൻ എന്താ വരുന്നത്? ഈ ഒരു സെക്ഷനിലും സിഗ്നേച്ചർ പാറ്റേൺസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ യൂണിക് ആയിട്ടുള്ള പീസസ് ആണ് നമ്മൾ ഈ ഏരിയയിൽ കൊടുത്തേക്കുന്നത്. അത് നമുക്ക് ഭയങ്കര യൂണിക് ആയിട്ട് ഇടാൻ പറ്റിയ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുള്ള കളക്ഷൻസ്. അതില് കുന്തന്റെ സ്റ്റോൺ വർക്ക്, പിന്നെ അമേരിക്കൻ ഡയമണ്ട് സ്റ്റോൺസ്, അങ്ങനത്തെ വലുതും ചെറുതായിട്ട് സിംഗിൾ, പിന്നെ ഡബിൾ ലെയർ, അങ്ങനെയൊക്കെ വെറൈറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇതും കുറച്ച് എനിക്ക് ഡിഫറെന്റ് ആയിട്ട് നവരത്ന പാറ്റേണിൽ വന്നേക്കുന്നതാണ്. അതും ഒറ്റ പീസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് തിളങ്ങാൻ പറ്റും. അതെല്ലാ ഷെയ്ഡ്സിന്റെയും കൂടെ നമുക്ക് വിയർ ചെയ്യാൻ പറ്റിയ ഐറ്റാണ്. അതാവുമ്പോ എല്ലാം കളേഴ്സ് കൂടി മിക്സ് ആയിട്ട് നവരത്ന സ്റ്റൈലിൽ, അതെ ആ ഒരു സ്റ്റൈലിൽ. ഇനിയിപ്പോ ഡയമണ്ടിന്റെ വേണമെങ്കിൽ ഡയമണ്ടിന്റെ, അല്ലെങ്കിൽ നമുക്ക് ഗോൾഡ് ഫുൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ. ഇത് ഫുൾ കാണുന്നത് ആ ഒരു സെക്ഷനാണ് വരുന്നത്. ഇനി ഇതൊക്കെ ആയി നമുക്ക് ഇനി എത്നിക്കിന്റെ ബ്രൈഡൽ ആ ഒരു സംഭവം വേണം എന്ന് വെച്ചാൽ ഈ ഒരു സെക്ഷനിലേക്ക് പോകുന്നു അല്ലെ. പക്ഷെ എല്ലാവരും ഓടി പോണത് ആ ഒരു സിഗ്നേച്ചർ പീസ്. ഇനി നമുക്ക് എന്തായാലും അകത്തേക്ക് പോയിട്ട് ഒന്ന് നോക്കാം എന്തൊക്കെ വെറൈറ്റീസിന് വരൂ. ഇത് നിങ്ങളുടെ കടയാട്ടാ, ഞാൻ ഓടി വരുമ്പോഴേ ആളവിടെ തന്നെ നിൽക്കുക. ഇനി ഇവിടെ തന്നെ തുടങ്ങാം. നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഇത് ഫുൾ കുന്തൻ കളക്ഷൻസ് നമ്മൾ ഫുള്ള് കൊടുത്തേക്കുന്നത്. അതും പ്രീമിയം കളക്ഷൻസ്, ബ്രൈഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലി സെറ്റ് ചെയ്തേക്കുന്ന ഐറ്റംസ് ആണ്. ഓരോന്നും ഹാൻഡ് പിക്ക് ചെയ്തേക്കുന്ന ഐറ്റംസ് ആണ്. ഇത് എല്ലാം പ്രീമിയം കുന്തൻസ് ആണ് വന്നേക്കുന്നത്. ഈ ഒരു റോയില് ഫുള്ള് നമ്മൾ അത്യാവശ്യം ഹെവി കുന്തൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ താഴത്തെ റോയിൽ വന്നേക്കുന്നതെന്ന് പറയുന്നത് രാജ്വാടി കളക്ഷൻസ് ആണ്. അത് കുറച്ചുകൂടി ലൈറ്റ് ആണ്. നമുക്ക് ഗോൾഡിലൊക്കെ കിട്ടുന്ന എക്സാക്ട് ഡിസൈൻ ആണ് ഈ വന്നേക്കുന്നത്, രാജ്വാടി എന്ന് പറയുന്നത്. അപ്പം ഇത് പ്രിഫർ ചെയ്യുന്ന ഒരുപാട് ബ്രൈഡ്സ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ കുറച്ച് മാത്രമാണ് ഇവിടെ ഡിസ്പ്ലേയിൽ കൊടുത്തേക്കുന്നത്. ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇൻ സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മൾ ബോളിവുഡിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഡയമണ്ടിൽ വരുന്ന അമേരിക്കൻ ഡയമണ്ട്. ശരിക്കും എഡി എന്നും പറയും അമേരിക്കൻ ഡയമണ്ട്. ആ ഒരു സ്റ്റോണിൽ വെച്ചിട്ടുള്ള അതിൽ വൈറ്റ് കളർ അല്ലെങ്കിൽ സിൽവർ കളർ എന്നാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അതിൽ നമുക്ക് ഡിഫറെന്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. ലെയേഴ്സ് ഒരു ടൈമിൽ നയൻതാരയുടെ ഒക്കെ വെഡിങ്ങിൽ ഭയങ്കര ട്രെൻഡ് ആയിട്ടിരുന്ന സംഭവമാണ് ഈ ലെയറിൽ വരുന്ന. ഒരു 3-4 ലെയറൊക്കെ ഒരു ഒറ്റ സിംഗിൾ പീസ് ഇടുമ്പോൾ നിറഞ്ഞു അവിടെ നല്ല ലുക്കില്. അത് നമുക്ക് ഇയറിംഗ് വെച്ചിട്ട് ഇയറിംഗ് ആയിട്ടുള്ള പെയർ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. നമുക്ക് ഇപ്പൊ നെക്ലസ് വേണമെങ്കിൽ നെക്ലസ്, അത് ലോങ് ലെങ്ത് കുറച്ചത് നെക്ലസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ, ലോങ് ചെയിൻ വേണമെങ്കിൽ ലോങ് ചെയിൻ. ഇത് ഫുൾ അപ്പൊ ലെയേഴ്സ് ഉള്ളതുണ്ട്, ലെയേഴ്സ് ഇല്ലാത്തതുണ്ട്. ഇതൊക്കെ ഫുൾ. ഇത് മാത്രമല്ല കേട്ടോ, ഉള്ളിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഇതിന്റെ കളക്ഷൻസ് അറിയണം എന്ന് വെച്ചാൽ ഒന്ന് പേജ് ഫോളോ ചെയ്താൽ മതി. പേജിന്റെ പേരും ജം ഫോർ ഹെയർ. ഈ ഒരു ഫേസ് തന്നെയാണ് കേട്ടോ അതിൽ കാണാം. ഈ ഒരു ഫേസ് ആയിരിക്കും പുള്ളി കാണാം. ജം ഫോർ ഹെയറിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, അതിലായാലും കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചുണ്ണിയുടെ നാട്,
കായംകുളത്താണ് നമ്മൾ നിൽക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് നമുക്ക് മെയിൻ ടൗണിൽ തന്നെയാണ്. മെയിൻ ടൗണിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞു. അത് കൂടാണ്ട് നമുക്ക് ബസ് സ്റ്റോപ്പ് വരുന്നത് 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വരുന്നത്. പിന്നെ ഏറ്റവും കൊച്ചുണ്ണീര് നാടാണെന്ന് പറഞ്ഞു, എന്താ പറയാ, പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുണ്ട്, കള്ളനും പോലീസും ഒക്കെ ഇവിടെ തന്നെയുണ്ട്. തൊട്ട് കിഴക്കപ്പുറമായിട്ടാണ് മെയിൻ റോഡ് സൈഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ലാൻഡ്മാർക്ക്. ഇപ്പൊ ഓൺലൈൻ വേണമെങ്കിൽ ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നേരിട്ട് വരാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ത്രൂ ആയാലും നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ പാക്കിങ്ങിന്റെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവുക, കല്ലാണ് ഇത് പാക്ക് ചെയ്ത് വരുമ്പോൾ നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഓരോരുത്തർ എറിഞ്ഞും പിടിച്ച് വരുമ്പോൾ കല്ലൊക്കെ പോകുന്നു, അങ്ങനെ ഒരു ഡൗട്ടും വേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് സാധനം കിട്ടിക്കഴിയുന്ന സമയത്ത് അത് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു അൺബോക്സിംഗ് വീഡിയോ മാത്രം നമുക്ക് എടുത്ത് അയച്ചാൽ മതി. എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ പ്രോഡക്റ്റ് നമ്മൾ അൺബോക്സിംഗ് വീഡിയോ ചെയ്യണത് വിത്തൗട്ട് കട്ട്, എഡിറ്റിംഗ് ഇല്ലാത്ത ലൈവ് ആയിട്ടുള്ളത് വേണം എടുക്കാനായിട്ട്. അതിൽ എഡിറ്റിംഗ് പാടില്ല, പ്രത്യേകിച്ച് എടുത്ത് പറയാം. അൺബോക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് എങ്ങനെയാണ്, നിങ്ങൾ അതിൽ എന്ത് സംസാരിച്ചാലും പ്രശ്നമില്ല, പക്ഷെ അത് കറക്റ്റ് ആയിരിക്കണം. ആ ഒരു സംഭവത്തിൽ എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രോഡക്റ്റ് റീപ്ലേസ് ചെയ്ത് തരും. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ ആയിട്ടുണ്ട്. അപ്പൊ നേരിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് വരുത്തിക്കാം. ഇനിയും കുറെ ടിപ്സുകൾ കാര്യങ്ങളൊക്കെ കിട്ടാൻ കിടക്കുന്നുണ്ട്. ഇനി ചെറുവക സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യുമ്മയ്ക്ക്, കാലുമയ്ക്ക്, വിരലുമയ്ക്ക് ഇതൊക്കെ സംഭവങ്ങളുണ്ട്. ഇനി മാല ആദ്യം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇനി ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും ആക്ച്വൽ നമുക്ക് ബ്രൈഡലിന്റെ ഒരു സെക്ഷൻ, കുറച്ചുകൂടിയും ഹെവി ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. ഹെവി കാണുമ്പോൾ ഫീൽ ചെയ്യും, പക്ഷെ എനിക്ക് തോന്നുന്നത് തൊടുമ്പോൾ ആ ഒരു ചെറുതായിട്ടൊക്കെ ഉണ്ട്. ഞാൻ തൊട്ട് നോക്കിയത് എങ്ങനെയാ സംഭവം. നമ്മൾ അത്രയും ആ ഒരു ക്വാളിറ്റി ഫിനിഷിംഗ് എല്ലാം അതിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ തൊടുമ്പോഴെല്ലാം അറിയുള്ളൂ ആ ഒരു ഫീലിംഗ്. എന്ന് വെച്ചാൽ തൊടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു വെയിറ്റ്നെസ്. ഒറിജിനൽ ഗോൾഡ് എങ്ങനെയാണ് ആ ഒരു സെയിം ക്വാളിറ്റിയിലും ആ ഒരു സെയിം വെയിറ്റിൽ തന്നെയാണ് ഫുൾ ചെയ്യുന്നത്. ഇനിയിപ്പോ റേറ്റിന്റെ കാര്യം പറഞ്ഞാൽ 6 ലക്ഷം 7 ലക്ഷം 10 ലക്ഷം ഒന്നും കൊടുക്കേണ്ട, സ്വർണ്ണത്തിന്റെ വില ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനേക്കാളും എന്തായാലും ബെറ്റർ ആയിരിക്കും ആ ഒരു റേറ്റ്. നമുക്കിപ്പോ സ്വർണം മേടിക്കാൻ പറ്റാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും? അതെ, അപ്പൊ ഈ ഒരു ഓപ്ഷൻ നേരെ ഈ ഓപ്ഷനിലോട്ട് പോകുന്നോളൂ. ഇനിയിപ്പോ ഇത് നിങ്ങൾക്ക് ഫുൾ എമൗണ്ടിൽ വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ EMI നമ്മൾ അവൈലബിൾ ആണ്. ഇനി EMI തന്നെ എങ്ങനെയാ സംഭവം വെച്ചാൽ 4-5 ഘട്ടമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ഘട്ടം വേണമെങ്കിൽ ആ ഒരു ഘട്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. നിങ്ങളിപ്പോൾ എത്ര രൂപയ്ക്ക് മേടിക്കുന്നത്, എത്ര തവണ പേയ്മെന്റ് ചെയ്യണം, എങ്ങനെയാണെന്ന് ഒക്കെ ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. പൈസ ഇല്ലെങ്കിലും നമുക്ക് സാധനം മേടിച്ച് പോവാൻ നിസ്സാര എമൗണ്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇനി ഇതിന് ഈ ഒരു സെക്ഷനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. ഈ ഒരു സെക്ഷൻ ഫുള്ളി നമുക്ക് വരുന്നത് ആന്റി കളക്ഷൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഇപ്പം നമ്മളുടേതായ രീതിയിൽ നമ്മൾ കസ്റ്റമേഴ്സിന് ഒന്ന് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇപ്പം ഈ ഒരു സെറ്റ് ഇങ്ങനെ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വാങ്ങിക്കണം എന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു പീസ് മതിയെങ്കിൽ ആ ഒരു പീസ് വാങ്ങിക്കാം. അതല്ല ഇപ്പോൾ ഈ സെറ്റിൽ കിടക്കുന്ന ലോങ് മാലയും ആ സെറ്റിൽ കിടക്കുന്ന നെക്ലസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. നിങ്ങളുടെ റിക്വയർമെന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇവർക്ക് കൊടുക്കും. അങ്ങനെ ഏതെങ്കിലും ഇഷ്ടമുള്ളത് നോക്കിയിട്ട് മേടിച്ചാൽ മതി. പിന്നെ എനിക്ക് ഇത് കുറച്ച് പ്രത്യേകത കോറൽസ്, ഞാൻ എന്തായാലും ഇത് ഇവിടെ എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സാധാരണ നമ്മൾ കാശിമാല എന്ന് പറയുന്ന ആ ഒരു സംഭവം, കാശിമാല തന്നെ ആന്റിക്കിൽ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ കോറൽ പേൾസ് ആണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. ഇപ്പൊ നമുക്ക് ഗോൾഡിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതേ സംഭവം തന്നെ നമ്മൾ ഇതിലും അവൈലബിൾ ആണ്. ഈ കോറൽ പേൾ എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ കർണാടകക്കാർ യൂസ് ചെയ്യുന്ന സംഭവമാണ്. അവർ യൂസ് ചെയ്യുന്നതാണ്. ബാംഗ്ലൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ അവർ ഈ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. പേൾ സ്റ്റോൺ എന്ന് പറയാൻ പറ്റില്ല, പേൾ. ഈ ഒരു പേൾ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു ഗോൾഡിൽ കൊടുക്കുന്ന സെയിം ആ ഒരു പേൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഡൂപ്പൊന്നല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റിയിലും അതെന്ന് വെച്ചാൽ സ്വർണം മാത്രം മാറുന്നുള്ളൂ. ബാക്കി പേളും അതിന്റെ സ്റ്റോൺസ് കാര്യങ്ങളും എല്ലാം ഒറിജിനൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിലിപ്പോ ചെറുതും വലുത് ഇത് പെയറാന്ന് തോന്നുന്നു. എങ്ങനെയാ? ഇന്ന് നമുക്ക് സിംഗിൾ ആയിട്ടും എടുക്കാം, പെയർ ആയിട്ടും. ഇത് സിംഗിൾ ഇങ്ങനെയുണ്ട് കേട്ടോ. അപ്പൊ ഇതൊരു നെക്ലസ് ടൈപ്പ് ലോങ് ചെയിൻ അങ്ങനത്തെ ഒരു സംഭവം. അപ്പൊ ഏത് സ്റ്റോൺ വേണമെങ്കിൽ അങ്ങനെ. ഇനി മൊബൈലിൽ ഇപ്പൊ ഒരു ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പറഞ്ഞത്. അപ്പൊ ഇത് ഫുൾ നമുക്ക് ബ്രൈഡിന്റെ ഒരു സെക്ഷൻ ആയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ നമുക്ക് ബ്രൈഡിന്റെ തന്നെ സെക്ഷനാണ്. പക്ഷെ ബ്രൈഡിന്റെ തൊട്ട് അപ്പുറത്തെ അമ്മയ്ക്ക്, ചേച്ചിക്ക്, അനിയത്തിക്ക് അങ്ങനെ കുറെ ടീംസ് ഒക്കെ ഉണ്ടല്ലോ, അവർക്കും ഇടാൻ പറ്റിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ എന്ന് വെച്ചാൽ ചെറുതും വലുതായിട്ടുള്ള അങ്ങനെ വലിയ ഹെവി അല്ല. അതെ, ഇത് ബ്രൈഡ്സിനും യൂസ് ചെയ്യാം. അതേപോലെ ഇതുപോലത്തെ ലെയർ വരുന്ന ഐറ്റംസ് ഒക്കെയാണ് കൂടുതലും അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ നമുക്ക് സെപ്പറേറ്റ് അപ്പുറത്തൊരു കൗണ്ടറും ഉണ്ട്. പിന്നെ ഇതും നമ്മൾ ബ്രൈഡലായിട്ടും അതേപോലെ തന്നെ സെമി ബ്രൈഡലായിട്ടും തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഡാർക്ക് ആന്റിക്ക് വേണ്ട എന്നുള്ള കുറച്ചുകൂടി ഒരു ലൈറ്റ് ഷെയ്ഡിൽ മതി എന്നുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയതാണ്. അതേപോലെ തന്നെ ആന്റിക്കിൽ വരുന്ന അത്ര ഹെവിനെസ് ഈ പീസസിൽ വരുന്നില്ല. കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് വേണം എന്നുള്ളവർക്ക് ഈ ഒരു സെക്ഷനിലുള്ള ബഡ്ജറ്റ് കുറച്ചുകൂടി കുറയും ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ. അപ്പൊ എന്തായാലും ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു പക്ഷെ എനിക്കിത് ഇഷ്ടമായി കേട്ടോ. ഇതൊന്ന് എടുത്ത് കാണിക്കുകയാണെങ്കിൽ
ശരിക്കും ഇത് ഞാൻ ഒരു ഒറ്റ ലെയറാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇത് ഒരു ലെയർ അല്ല. ഇത് ആക്ച്വലി ഇവിടെ എടുത്തു വെച്ചപ്പോഴാണ് അറിയുന്നത് 2 ലെയറാണെന്നുള്ളത്. അപ്പോൾ ഈ സംഭവം ഒന്ന് എടുക്കാണ്ട് പറ്റില്ല, കാരണം ഇത് ഇത്രയും പ്രിറ്റി ലുക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. ഇത് ഇതാ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ലെങ്ത് ആക്കണമെങ്കിൽ ലെങ്ത് ആക്കാം. ഓ എന്ത് പ്രിറ്റിയല്ല, എങ്ങനെയുണ്ട്? അടിപൊളി. മിററൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ അവിടെ പോയി നോക്കി വരുമ്പോഴേക്കും നിങ്ങൾ ഓടും, അത് കാരണം ഞാൻ നിൽക്കണത്. ഇത് ഇട്ടപ്പോഴേ ഭയങ്കര എന്താ പറയാ, കുറച്ച് ഹെവിനെസ് ഫീൽ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഓർണമെന്റ്സ് ഇടുമ്പോൾ റേറ്റ് കുറവിന്റെ ഒക്കെ ഇടുമ്പോൾ നമുക്ക് അങ്ങനെ ഹെവിനെസ് ഫീൽ ചെയ്യാം. ഭയങ്കര ലൈറ്റ് ആയിട്ട് ഇരിക്കും. അത് തന്നെ ലുക്ക് വൈസിൽ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും. അതെ, ലുക്ക് വൈസ് തന്നെയാണ്. പിന്നെ ഇത് എനിക്കെന്നൊക്കെ ഓർണമെന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് നെക്ലസും ലോങ് നെക്ലസ് ഒക്കെ ഇടുമ്പോൾ ഇങ്ങനെ ദേഹത്തോട് ഇങ്ങനെ ഒട്ടിയിരിക്കണം. അതാകുമ്പോ ഒരു സ്ഥലത്തേക്ക് അനങ്ങില്ലല്ലോ, സത്യല്ലേ? മറ്റേതൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ചാട്ടോ ഓട്ടോ ഒക്കെ ആയി വരുമ്പോൾ അല്ലെങ്കിൽ വല്ല ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ ഇത് കിടന്നിട്ട് വേറെ സ്ഥലത്തേക്ക് ഡാൻസ് കളിക്കുമ്പോൾ നമ്മള് വേറെ സ്ഥലത്ത്. അപ്പൊ അതിന്റെ അർത്ഥം വെയിറ്റ് കുറവാന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ ഒരു ബോഡിയിൽ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ എന്തായാലും ഇതൊരു അടിപൊളി സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ചെറുത് വലുതായിട്ട്, അപ്പൊ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കണവർക്കൊക്കെ ഇത് വേണമെങ്കിൽ ഒരു നോട്ടം നോക്കാം. അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സംഭവം ഇത് മാത്രമല്ല, ഇതിന്റെ അപ്പുറത്ത് കുറെ നെക്ലസ്, ലോങ് ചെയിൻ കൂടാണ്ട് കമ്മൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിനൊക്കെ സെപ്പറേറ്റ് ഒരു കൗണ്ടർ തന്നെയുണ്ട്. അതാണ് ഞാൻ കൂടുതൽ അതിലേക്ക് ഫോക്കസ് ചെയ്തത്. എന്നാലും ഇയറിങ്സും അവൈലബിൾ ആണ്, വലുതും ചെറുതായിട്ട് എല്ലാ രീതിയിലും. ഇനിയിപ്പോ നമ്മള് എടി എന്നൊക്കെ പറഞ്ഞു ഒരെണ്ണം എടുത്ത് കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ? നമ്മുടെ നയൻതാര ഒക്കെ ഇട്ട് വൈറലാക്കിയിട്ടുള്ള സംഭവമാണ്. ഇതിന് നമുക്ക് നെക്ലസ് ആയിട്ടുള്ളതും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ ഈ ഒരു ഡ്രസ്സിന് ശരിക്കും ആണെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇട്ടിരിക്കുന്നത് ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ടേ ഇത് കറക്റ്റ്. ഓ ശരിക്കും സാരി ഉടുത്തിട്ട് വരേണ്ടതായിരുന്നു അല്ലേ? ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ലെയർ കൂട്ടി കുറയ്ക്കുക എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ. കണ്ട എന്തൊരു ഹെൽപ്പിംഗ് മൈൻഡാണ്. എന്താ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ശരിക്കും ആ ഒരു സാരിയൊക്കെ ഉടുത്ത് ഒരു ഒറ്റ പീസ് ഇട്ടാൽ മതി, അടിപൊളിയാണ്. ഇതിന്റെ തന്നെ നമുക്ക് ബാംഗിൾ, ഇയറിംഗ് ഇതൊക്കെ അവൈലബിൾ ആണ്. ഇപ്പൊ ഏത് സ്റ്റോൺ പറയുകയാണെങ്കിൽ, സ്റ്റോൺ എന്ന് പറയുമ്പോൾ റൂബിക് സ്റ്റോൺ ഉണ്ട്, അമേരിക്കൻ ഡയമണ്ട് സ്റ്റോൺ, AD സ്റ്റോൺ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ആ കർണാടക സ്റ്റൈലിലുള്ള പേൾസ്, വൈറ്റ് പേൾസ്, അങ്ങനെ എല്ലാം അവൈലബിൾ ആണ്. ഇപ്പൊ നിങ്ങളൊരു മാല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇയറിംഗ്, വള, അതേപോലെ തന്നെ റിങ് എല്ലാം നമുക്ക് മാച്ചിങ് ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വേറൊരു സംഭവം എന്ന് പറയാനായിട്ട് 1 year വാറന്റി കൊടുക്കും. അത് പ്ലസ് സാധാരണ നമ്മളെല്ലാ സംഭവം എടുക്കുമ്പോൾ ഇങ്ങനെ 1 year വാറന്റി എന്നൊക്കെ പറയുമ്പോ അങ്ങനെ കിട്ടാറില്ല. ഇവരുടെ ഓൺ കസ്റ്റമൈസ് ചെയ്തതായത് കൊണ്ട് തന്നെ നമുക്ക് 1 yearന്റെ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞ. അങ്ങനെ അതെന്താ സംഭവം? ഈ 1 year എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ പെടും? 1 year വാറന്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം 1 yearനുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ കളർ ഫെയ്ഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 yearനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്ത് കൊടുക്കും. ഇനിയിപ്പോൾ 1 year കഴിഞ്ഞിട്ടാണെങ്കിലും വിഷമിക്കേണ്ട, ചെറിയൊരു നമുക്ക് പ്ലേറ്റിംഗ് ചാർജ് മാത്രമാണ് വരുന്നത്. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സാധാരണ നമുക്ക് ഒരു ചെറിയ സർവീസ് ചാർജ് എന്നുള്ളത്, പക്ഷെ 1 year വരെ എന്ത് കംപ്ലൈന്റ് വന്നാലും അത് അവര് നോക്കിക്കോളും. നമുക്ക് ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കണം. ഇനിയിപ്പോ അത് വേണ്ട, നമുക്ക് എനിക്കൊരു ഡൗട്ട്, ഇപ്പൊ ഇത് സെയിലാണല്ലോ, നമുക്ക് സാധാരണ സ്വർണ്ണക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് പകരം വേറെ മേടിക്കാം, അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ഇല്ല, നമ്മളിപ്പം പകരം എന്ന് പറയുന്ന സംഭവം നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് നമ്മൾ തരുന്നത്. കാരണം പകരം ഇങ്ങനെ തിരിച്ച് വരാണ്ടിരിക്കാൻ ഇനിയും വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഐറ്റം തന്നെ കൊടുക്കണം എന്നുണ്ട്. ഒരാൾ യൂസ് ചെയ്തൊരു ഐറ്റം നമ്മൾ പിന്നെ അഗെയിൻ സെല്ല് ചെയ്യുന്നില്ല. അപ്പൊ ഈ കാണുന്നത് മൊത്തം സെയിൽ പർപ്പസിനുള്ളതാണ്, റെന്റൽ അല്ല. അതറിയാൻ വേണ്ടിട്ട് ഞാൻ എടുത്ത് ചോദിച്ചത്. എന്നുവെച്ചാൽ നമ്മൾ യൂസ് ചെയ്ത ഐറ്റംസ് ഒന്നും ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ, അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവിടെ സംഭവം എന്ന് പറയുമ്പോൾ ലൈഫ് ലോങ് ആയിട്ട് നമ്മളിങ്ങനെ പാരമ്പര്യമായിട്ട് നമ്മൾ നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്ന സംഭവം ലൈഫ് ലോങ് ആയിരിക്കും, കംപ്ലൈന്റ് വരില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഫ്രഷ് നമുക്ക് നമ്മുടെ മക്കൾക്ക് മേടിച്ച് കൊടുക്കാം. അത് കൂടാണ്ട് നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മൾ പഴയത് എടുത്തതായാലും നമ്മളത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അത്രയും ഗ്യാരണ്ടി, വാറണ്ടി, അതുപോലെ തന്നെ എന്താ പറയാ, സ്ട്രോങ്നെസിന്റെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും റേറ്റിന്റെ കാര്യത്തില് നിങ്ങളൊന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. കാരണം എല്ലാത്തിനും റേറ്റ് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. ഓരോ സമയത്ത് ഓരോ ഡിസൈൻസും മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്വാളിറ്റിക്കും ഓരോ ദിവസം ചെല്ലുമ്പോഴും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കസ്റ്റമൈസ് ആണ് പ്രത്യേകിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതായി. ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് അങ്ങടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ AD സെക്ഷൻ. ഇത് AD കൗണ്ടർ ആണ്. അപ്പൊ
ഈ ഒരു എഡി സെക്ഷൻ നോക്കണേക്കാളും മുന്നേ ഇവിടെ കസ്റ്റമർ വന്നിട്ടുണ്ട്. അവർക്ക് ജസ്റ്റ് ചിലൊരു ഫേസ് കാണിക്കേണ്ടെന്ന് പറയും. അപ്പൊ അവരൊന്ന് കണ്ടോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക്. കാരണം ചിലര് അതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ കസ്റ്റമറിന്റെ അടുത്ത് ഫേസ് കാണിക്കേണ്ടെന്ന് അവര് റിക്വസ്റ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ബ്രൈഡലൊക്കെ ആണെങ്കിൽ സ്വർണ്ണക്കടയിൽ നിന്ന് സ്വർണ്ണം എടുക്കുന്ന സെയിം ഫീലിംഗിൽ അവർക്ക് സ്റ്റേജിൽ നിൽക്കുക. അതിനെ കുറിച്ചൊന്ന് പറഞ്ഞത് ചിരി വരാം, ഇങ്ങനെ ഒരു മൈൻഡ് അവർക്ക് വരാം. അതൊന്ന് പറഞ്ഞേ. ഇപ്പൊ നമ്മൾ പ്രീമിയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് തന്നെ ബ്രൈഡ്സിന് അത്രയും കോൺഫിഡന്റ് ആയിട്ട് ഒരു ഗോൾഡ് ജ്വല്ലറി ഫുള്ളി വിയർ ചെയ്തേക്കുന്ന പോലെ തന്നെ വിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനകത്തിൽ ഒരു ഡൗട്ടും വേണ്ട. അപ്പം നമുക്കിപ്പോൾ ഷോപ്പിൽ വരുമ്പോഴായാലും നമ്മളിപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ബ്രൈഡ്സിന് ഫേസ് വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അയ്യോ ഇത് അവിടുന്ന് എടുത്താണെന്ന് അറിയുമോ, അല്ലെന്നുണ്ടെങ്കിൽ അവർ പക്ക കോൺഫിഡന്റ് ആണ്. കാരണം നമ്മൾ ഗോൾഡ് ഇട്ടേക്കുന്ന പോലെ തന്നെയാണ് അവിടുത്തെ ജ്വല്ലറി ഇട്ടേക്കുന്നത്. അപ്പൊ ശരിക്കും ആക്ച്വലി സ്റ്റേജിൽ നിൽക്കുമ്പോൾ നാട്ടുകാർ അറിയണം ഇത് സ്വർണ്ണമാണെന്ന്. പക്ഷെ അവർക്ക് മാത്രമേ അറിയുള്ളൂ ഇത് ജെം ഫോർ ഹെറിന് പറഞ്ഞ ഈ സംഭവമാണ് മേടിച്ചത്. എന്ന് വെച്ചാൽ ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസ് ഇല്ല, കാണുമ്പോൾ പക്ക ഗോൾഡിന്റെ ആ ഒരു ഫീലിംഗ്. അപ്പൊ പുറത്ത് പറയാ എന്തിനു നാണക്കേടാ, നമ്മൾ പറയാ സ്വർണ്ണം മേടിക്കുന്ന കാശോട് ഞങ്ങൾ ബാങ്കിൽ ഫിക്സഡ് ഇട്ട അല്ലെങ്കിൽ അത് ചെയ്തത്, അത് വെറുതെ സ്വർണ്ണം മേടിച്ചിട്ട് എന്തിനാ കള്ളന്മാർക്ക് കൊണ്ടു കൊടുക്കാനാ? എന്താ അതിന്റെ ആവശ്യമില്ല. ഇത്രയും മതി. ഇന്നത്തെ ജനറേഷൻ മൈൻഡ് മാറി. അപ്പൊ നിങ്ങളും ആ ഒരു മൈൻഡ് സെറ്റിൽ മാറുക. അപ്പൊ കുറച്ച് കസ്റ്റമേഴ്സ് അങ്ങനെയും വന്ന് നിൽക്കണവരുണ്ട് അങ്ങനെ. അപ്പൊ അതുകൊണ്ട് അവരെ ഫേസ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഫുൾ കളക്ഷൻസ് മാത്രം കാണിക്കുന്നത്. അപ്പൊ അവർക്കൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ട്. ഇവിടെ നിന്നാണ് നമ്മൾ നിർത്തി പോയത്. ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ വരുന്നത് ഫുൾ AD സ്റ്റോണിന്റെ ഐറ്റം. അപ്പൊ AD സ്റ്റോൺ എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ റിസപ്ഷൻ അല്ല, ഇപ്പൊ കൂടുതൽ ക്രിസ്ത്യൻ ബ്രൈഡലൊക്കെ ക്രിസ്ത്യൻ ബ്രൈഡൽ ഇടാറുണ്ട്, റിസപ്ഷൻസിന് ഇടാറുണ്ട്. നമുക്ക് അതേപോലെ തന്നെ നൈറ്റ് ഫംഗ്ഷൻസിനൊക്കെ തിളങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയ ഐറ്റമാണ് AD എന്ന് പറയുന്നത്. ഇപ്പൊ കാലം മാറി. മറ്റേത് സ്വർണം മാത്രമായിരുന്നു. ഇപ്പൊ സ്വർണ്ണല്ല, ഇപ്പൊ കുറച്ചുകൂടിയും ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസും യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഇതൊക്കെ പറയുമ്പോ ഗൗൺ അതിനൊക്കെ പറ്റിയിട്ട് എല്ലാത്തിനും പറ്റിയതാണ്. ഗൗൺസിന് പറ്റും, സാരീസിന് പറ്റും, ട്രെൻഡി ആയിട്ടുള്ള സാരീസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഈ ഒരു പീസ് ഒറ്റൊരെണ്ണം ഇട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. അതിൽ നമുക്ക് ഹെവി ആയിട്ട് വരുന്ന പീസസ് ഉണ്ട്, പല കളർ ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല തിളങ്ങുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ്, ഡയമണ്ടിന്റെ ആ ഒരു സെയിം ഫീലിംഗ്. അപ്പൊ സ്വർണ്ണക്കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വർണം, ഡയമണ്ട് ഇത് രണ്ടാണ് മെയിൻ ആയിട്ട് നമ്മുടെ മൈൻഡിൽ വരുന്നത്. ആ രണ്ടും ഇവിടെ അവൈലബിൾ ആണ്. ഒന്നിനും പുറത്തേക്ക് പോകണ്ട. ഇതിനും എങ്ങനെയാ നമുക്ക് ആ ഒരു ഗ്യാരണ്ടി വാറണ്ടി ആ സംഭവം എല്ലാം നമ്മൾ സ്റ്റോൺസും എല്ലാം നല്ല പ്രീമിയം ഫിനിഷിങ്ങിലാണ് വരുന്നത്. ഇപ്പം ഒന്ന് നിങ്ങളുടെ അതിന് താഴെ വീണ് കഴിഞ്ഞാൽ അയ്യോ കല്ലെല്ലാം ഇളകിപ്പോയോ എന്നൊന്നും വിചാരിക്കണ്ട, ഒന്നും പോയില്ല, എല്ലാം അവിടെ തന്നെ കാണും. ഐഫോണിന്റെ ഗ്യാരണ്ടിയാണത്. വെള്ളത്തിലിട്ടാലും ഇതിട്ടാലും കംപ്ലൈന്റ് വരാത്ത പോലെ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിനായാലും എവിടെ ഇട്ടാലും ഒന്നും സംഭവിക്കില്ല. ഇനിയിപ്പോ ലെയർ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു വലിയ ലെയറിനെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അതിന്റെ തന്നെ ചെറുത് നെക്ക് പീസ് പോലെ നമുക്ക് ഫുള്ളി കവർ ചെയ്തിടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഇനിയിപ്പോ നിങ്ങൾക്ക് 2 ലെയർ ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ ഇതാ 2 ലെയേഴ്സിൽ മാത്രമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ചെറുതായാലും വലുതായാലും എല്ലാം ഇവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അതും കളേഴ്സ് അവൈലബിൾ ആണ്. ഇനിയിപ്പോ നിങ്ങൾ വിചാരിച്ച കളർ നിങ്ങൾ അന്വേഷിച്ച് ഇവിടെ വരുമ്പോ ആ സംഭവം ഇല്ല എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അതും നമ്മൾ ചെയ്തുതരും. അപ്പൊ ചെയ്യണേന് ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ഒരു ടൈം പീരീഡിന് വേണ്ടി ഒന്ന് ക്ഷമിക്കേണ്ടി വരും കേട്ടോ. അത് നേരത്തെ ഒന്ന് പ്രീ ബുക്ക് ചെയ്താൽ മതി. ഇപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കൂട്ടി അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ആ ഒരു ടൈമിൽ നേരത്തെ പ്രീ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന ഡേറ്റിനുള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റ് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 45 ഡേയ്സ് ആണ്. 45 ഡേയ്സ്. അത് ഇത് തന്നെയല്ല, നമുക്ക് ഏതൊരു സംഭവമായാലും അങ്ങനെ തന്നെയാണ്. കസ്റ്റമൈസ് എന്ന് പറയുമ്പോൾ കുറച്ച് ടൈം എടുത്താൽ പെട്ടെന്ന് ധൃതി പിടിച്ച എന്താ സംഭവം എന്ന് വെച്ചാൽ അവരും ധൃതി പിടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് കുറവുണ്ടാവും. അപ്പൊ വേണ്ട, 45 ഉള്ളത് ഒരു 50 ദിവസം പിടിച്ചു പോലെ തന്നാൽ മതി. ആ ഒരു ലെവലിലേക്ക് വന്നോളൂ. നല്ല ഒന്നുകൂടി പെർഫെക്ഷനോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു 45 ഡേയ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഇവിടെ ഇരിക്കുന്നത് തന്നെയല്ല, നമ്മുടെ കയ്യിൽ മൊബൈലിൽ ഇരിക്കുന്ന ഏത് ഫോട്ടോ ആയാലും എന്തായാലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഫുൾ നെക്ലസ്, ലോങ് ചെയിൻ, ഇതിന്റെ സംഭവങ്ങളൊക്കെ. ഇത് മാത്രമല്ല കേട്ടോ, ഈവൻ ബാംഗിൾസ് ആയാലും ഒരു ചെറിയ മോതിരായാലും ഇതൊക്കെ നമുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി ഒരെണ്ണമായിട്ട് വരരുത്, വരുമ്പോ കുറച്ച് കൂടുതലായിട്ട് വരാം. കാരണം ഫംഗ്ഷനല്ല, അടിച്ചു പൊളിച്ചുള്ള വേറെ ഇത് നടക്കാം. ഇനി ബാംഗിൾസിനെ കുറിച്ച് പറഞ്ഞപ്പോ ഇത് കാണുന്നത് മൊത്തം ബാംഗിൾസ് ആണ് ഈ വന്നേക്കുന്നത്. പല കളറിൽ നമ്മളുടെ ഓരോ മാലയ്ക്ക് മാച്ചിങ് ആവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു നെക്ക് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള ബാംഗിൾസ് ഇത് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. അതിലിപ്പോ ഒരു പീസോ 2 പീസോ എത്ര, അത് നമ്മുടെ ചോയ്സ്, നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു പീസ് മതിയെങ്കിൽ ഒരു പീസ് ആയിട്ട് എടുക്കാം. ചിലർക്ക് കൂടുതൽ ആർഭാടായിട്ട് വേണ്ട, ഒരെണ്ണം മാത്രം മതി വെച്ചാൽ ആ ഒരു ലെവലിലേക്ക് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇപ്പൊ ഇതിന്റെ മാല ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കായിരുന്നു. നല്ല ഭംഗിയില്ലേ, ഇത് ഒരു ഗ്രീൻ കളറിന്റെ അതിന്റെ മാല തപ്പി 2-3 മോഡലുണ്ട് കേട്ടോ. ആ ഒരു മുകളിലിരിക്കണത് കണ്ടോ,
ഇത് രണ്ടും വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാം. ഇതിലിപ്പോ എത്ര പീസ് വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ വലിയ നെക്ലസ് ആണെങ്കിൽ അതിലേക്ക് 2 പീസ് മതിയാവും. കുറച്ച് കൂടുതൽ കുറവ് അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് പറ്റും. അത് പിന്നെ ഇവര് കുറെ ഐഡിയാസ് ഒക്കെ ഇവര് പറഞ്ഞു തരും. നമുക്കൊന്നും എനിക്ക് അങ്ങനെ ഐഡിയ ഇല്ലെങ്കിലും അവര് ഈ ഒരു ഫീൽഡിലുള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് ഈ ഒരു സംഭവം വരുന്നത് മൊത്തം ഫുൾ ബാംഗിൾ സെക്ഷൻ ആണ്. നമ്മളുടെ ആന്റിക്കിലും ഗോൾഡിലും ഒക്കെ വരുന്ന ബാംഗിൾസ്, വെറൈറ്റി ബാംഗിൾസ് എല്ലാം വന്നേക്കും. ഇപ്പൊ ഇതില് കൽക്കട്ട സ്റ്റൈല്, മറ്റേ സ്റ്റൈൽ, ആ സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് ഒക്കെ മോഡൽസ് എല്ലാ സ്റ്റൈലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഗോൾഡില് എക്സാക്ട് വർക്ക് വരുന്ന സാധനങ്ങൾ. ഇപ്പൊ ഗോൾഡിൽ ഇപ്പൊ എന്തെങ്കിലും നിങ്ങളൊരു ഐറ്റം കണ്ടു, നേരെ ഇങ്ങ് പോരാ, നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പൊ ഒരു ഫംഗ്ഷന് വരുമ്പോ ഇങ്ങനെ മാറ്റി പിടിക്കാം. ഇപ്പൊ ഇന്നത്തെ ഫംഗ്ഷൻ ഇതിട്ട് ഞാൻ അടുത്ത ഫംഗ്ഷൻ എന്താടി ഇതാണോ നീ കഴിഞ്ഞ ആഴ്ചയിൽ ഇട്ടത്, അത് വേണ്ട, നമുക്ക് അടുത്ത മാറ്റി പിടിക്കാം. നമ്മുടെ പെണ്ണുകളുടെ സംഭവം ഇതാണല്ലോ, മാറി നോക്കലാണ്. അപ്പൊ വേണ്ട, മാറ്റി പിടിക്കാൻ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. ഇത് ജസ്റ്റ് ഒരു ഷോ പർപ്പസ് മാത്രമുള്ളൂ. ഇവർക്ക് സ്റ്റോക്ക് വെക്കുന്ന ഏരിയ വേറെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാം. ഇല്ലെങ്കിൽ ഇവരെ ഫോണിൽ തന്നെ കുറെ ഒരുപാട് കളക്ഷൻസ് അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി വെബ്സൈറ്റ് അല്ല, സോറി, മറ്റേ ഇൻസ്റ്റാ പേജ് ഉണ്ട്, വെബ്സൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ ഇപ്പളാ പറയണേട്ടോ, എന്നോട് അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്. ഓ, അതിൽ കയറിയാലും നമുക്ക് ഒരു പീസായിട്ട് മേടിക്കാം. മേടിക്കാം, കള്ളി പറഞ്ഞില്ല. അപ്പൊ ഇതൊക്കെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് കൂടാണ്ട് നമ്മൾ ഹിപ്പ് ചെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടത് കുറച്ച് സിഗ്നേച്ചർ പീസാണ്. അതെല്ലാം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ വേണമെന്ന് പറയാം. ബ്രൈഡൽ പർപ്പസിനും ഇപ്പം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഹിപ്പ് ബെൽറ്റ്സ് ആണ്. അത് ആന്റിക്കിലും അതേപോലെ തന്നെ പല ഷെയ്ഡ്സിൽ, ചെട്ടിനാട്, ഡാർക്ക്, ലൈറ്റ് എല്ലാം അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇപ്പം ബ്രൈഡ്സിന്റെ ഓർണമെന്റ്സിന് മാച്ചിങ് ആവുന്ന ഷെയ്ഡിൽ ഓർണമെന്റ്സ് കൊണ്ടുവന്നിട്ട് ഇപ്പം നിങ്ങൾ ഗോൾഡ് എടുത്തേക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഷെയ്ഡിൽ എടുക്കാം. അതെല്ലാം നമ്മൾ ഇവിടുന്നാണ് ഓർണമെന്റ്സ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനും മാച്ചിങ് ആയിട്ടുള്ള എല്ലാ ഷെയ്ഡ്സിലും നമ്മൾ അവൈലബിൾ ആണ്. സ്റ്റോണും വരുന്നുണ്ട്. ഓർണമെന്റ്സ് ആണ് എടുത്തേക്കുന്നുണ്ടെങ്കിൽ AD ഹിപ്പ് ബെൽറ്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ അതുമായി പിന്നെ ഇത് വരുന്നത് നമുക്ക് കമ്മലുകൾ. ഇത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ പറയാനുണ്ടായിരുന്നു. ഇത് നമ്മുടെ അവിടുത്തെ മാലയുടെ കണ്ടുപിടിച്ച് ഞാൻ ഇത് എവിടെയും കിട്ടില്ല കേട്ടോ, ഇവിടെ തന്നെ കിട്ടുള്ളൂ. നല്ല ത്രയംബക ഡിസൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കൊടയുടെ പാറ്റേണിൽ വരുന്ന കമ്മലാണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ അതിന് മാച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്യാം. അതല്ല ആ ഒരു ലോക്കറ്റ് ഫുള്ള് കമ്മലായിട്ട് വേണം എന്നുണ്ടെങ്കിൽ അതിന്റെ മിനിയേച്ചറും നമ്മൾ ചെയ്തിട്ടുണ്ട്. കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് നമ്മൾ അതെല്ലാം ചെയ്ത് കൊടുക്കാം. ഞാനത് കണ്ടപ്പോ എനിക്ക് ആ ഒരു സിഗ്നേച്ചർ, ഇനി എവിടെ പോയാലും നമ്മൾ മറക്കില്ല ആ ഒരു സിഗ്നേച്ചർ പീസ്. അത്ര ഇനിയിപ്പോ ചെറുതും വലുതായിട്ട് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ കമ്മലായാലും വളയായാലും മാലയായാലും, അങ്ങനെ നമ്മുടെ ഭാഷയിൽ പറയാ കമ്മല്, വള, മാല ഇതൊക്കെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് പറയാം നെക്ലസ്, ലോങ് ചെയിൻ, ഇതൊക്കെ സ്റ്റാൻഡേർഡ് സംഭവം ഒന്ന് തന്നെ അല്ലേ? അപ്പൊ ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സിന്ദൂര ചെപ്പാ. അതെ, കുങ്കുമച്ചെപ്പ്, സിന്ദൂരച്ചെപ്പ് എല്ലാം ഇതിനും കുറച്ച് കൂടിയും ഇതൊക്കെ ആൾക്കാർ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബ്രൈഡൽ പർപ്പസിന് വേണ്ടി വെഡിങ് ഡേയിൽ നമ്മൾ താലത്തിലൊക്കെ വെക്കുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ വെക്കുമ്പോൾ കുറച്ച് നല്ല ഭംഗിയിലൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടിട്ട് പറ്റും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ഥിരം കുങ്കുമം ഇട്ട് വെക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആന്റിക് പീസ് ആണ്. ഇങ്ങനെ ഒരെണ്ണം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അത് വർത്തായിരിക്കും. എന്റെ കയ്യിലുണ്ട് കേട്ടോ, ഞാനിപ്പോ ഇത് വെറുതെ ചാടക്കി പറഞ്ഞു മാത്രമല്ല ഞാനും എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോ കുങ്കുമം അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ എപ്പോഴും ഇത് ഒരെണ്ണം വീട്ടിൽ വെക്കണത് നല്ലതാണ്. നല്ല ഐശ്വര്യം ഉണ്ടെന്നാ പറയാ അല്ലേ? അതെ, എനിക്ക് ഇതും ഇഷ്ടമായി. എനിക്ക് ഇവിടെ വന്നപ്പോ മൊത്തത്തിൽ അങ്ങോട്ട് ഇഷ്ടമായിട്ടോ. അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരു സംഭവം ഇവിടെ ഇല്ല. ഇത് നോക്കിയേ, ഇതും കുറച്ച് റിംഗ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡയമണ്ട് ലുക്ക് തരുന്ന റിംഗ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഡയമണ്ടിൽ വരുന്ന ഡിസൈൻസ് ആണ് നമ്മൾ റിംഗ്സിലൊക്കെ. ഇപ്പൊ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് എന്റെ ബർത്ത് സ്റ്റോണിന്റെ ആ ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയത്. അപ്പൊ ആ ബർത്ത് സ്റ്റോൺ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് ബർത്ത് സ്റ്റോൺ സാധാരണ നമുക്ക് സ്വർണത്തിന്റെ ഇതിൽ ചെയ്യാറുണ്ട്, ഡയമണ്ട് ഇതിലൊക്കെ ചെയ്യാറുണ്ട്. അത് തന്നെ സെയിം നമുക്ക് അങ്ങനെ വേണ്ട, കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ് പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് പോകുന്നത്. എവിടേക്ക് വരുന്നുണ്ട്? ജംഫോഹർ, കായംകുളം. അതെവിടെയാ ശരിക്കും എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ? എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കായംകുളം പോലീസ് സ്റ്റേഷൻ തൊട്ട് കിഴക്കേപ്പുറമായിട്ടാണ് വരുന്നത്. ഖദീജ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട്. ഇനി ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലൊക്കേഷൻ ഇട്ട് കൊടുത്താൽ ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നതായിരിക്കും. നേരിട്ട് വരുന്നവർ കിട്ടും. അപ്പൊ അങ്ങനെ എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിൽ എങ്ങനെയാ നമ്മൾ സ്വർണ്ണക്കടയിലേക്ക് പോകുമ്പോൾ നമുക്ക് ബർത്ത് സ്റ്റോൺ, നവരത്നത്തിന്റെ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനത്തെ എന്തൊക്കെ സംഭവം നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ഇവിടെയും പോസിബിൾ ആണ്. അതെ, അതും സെയിം ക്വാളിറ്റിയോട് കൂടിയിട്ട് അത്രേ പറയാനുള്ളൂ. പിന്നെ ഒരു സംഭവം ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. ഇതെന്ന് പറയണത് നമുക്ക് ബ്രേസ്ലെറ്റ്. അതില് എങ്ങനെയാ സംഭവം വരുന്നത്? ഇങ്ങനെ
ഇത് വന്നിരിക്കുന്നത് ബ്രേസ്ലെറ്റ് ബാംഗിൾ ആണ്. ഇത് നമുക്ക് ബ്രേസ്ലെറ്റ് ആയിട്ട് തന്നെ ഓക്കെ, ഇത് ചെയിൻ ആയിട്ട് അല്ലേ? അതെ, ഇത് ചെയിൻ ആയിട്ട് വരും, ഇത് ബാംഗിൾ ആയിട്ട് വരും. 2 ഷെയ്ഡ്സിൽ വന്നിട്ടുണ്ട്, ഗോൾഡൻ ഷെയ്ഡ് അതേപോലെ തന്നെ റോസ് ഗോൾഡ് ഷെയ്ഡിലും വന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഡെയിലി നമുക്ക് മാറ്റി മാറ്റിയൊക്കെ വിയർ ചെയ്യണം, നല്ല ഡയമണ്ട് ലുക്ക് വരുന്ന ഐറ്റംസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതും ഇവിടെ റീസണബിൾ റേറ്റിന് കേട്ടോ. അപ്പൊ ഇത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റോണിന്റെ ഇപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ സ്റ്റോൺ വേണമെങ്കിൽ അങ്ങനെ നമ്മുടെ ഇഷ്ടം കേട്ടോ, എങ്ങനെ വേണമെങ്കിലും. എന്ന് വെച്ചാൽ സ്വർണ്ണക്കടയിൽ പോയി ആ ഒരു ഫീലിംഗ് ഇനിയിപ്പോ ഏതെങ്കിലും കളമാരെടുത്ത് കൊണ്ടുപോയാലും കൊണ്ടോട്ടെ എന്ന് വിചാരിക്കും. ഇത്ര എല്ലാ റേറ്റ് അടുത്തേക്ക് വീണ്ടും കൂടി പോരാ, അത്രേ ഉള്ളൂ. നമുക്ക് സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെ ഇവിടെ? നമ്മൾ രാവിലെ 9 മുതൽ 8 വരെയാണ്. 8 മണി. സൺഡേ ഓപ്പൺ ആണ്. സൺഡേ ഓപ്പൺ. അപ്പൊ 365 ഡേയ്സ് ഇവിടെ. പിന്നെ കല്യാണമൊക്കെ ഞായറാഴ്ചയല്ലേ നടക്കണം. പെട്ടെന്ന് കാലത്ത് സാധനം നമുക്ക് ഐറ്റംസ് ഇല്ല എന്ന് പറഞ്ഞാൽ അതേ ഓടിപ്പോയി വന്ന കയ്യോടെ. ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും നമുക്ക് സംഭവം എത്താനായിട്ട്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അപ്പ കയ്യോടെ കയ്യിൽ കൊണ്ടുപോകാം. ഇനിയിപ്പോ നമ്മൾ ഈ കാണിച്ച ഏരിയ മാത്രമല്ല കേട്ടോ, ഇത് കൂടാണ്ട് ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് സംഭവങ്ങൾ ഈ ഒരു സെക്ഷനിലുണ്ട്. ഇവിടെ തുണികളും കിട്ടും, അതും കസ്റ്റമൈസ് ചെയ്യുമല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ അത് കുറച്ചുള്ള അത്യാവശ്യത്തിന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു സെക്ഷനും കൂടി ഉണ്ട്. അവിടെ വന്നിട്ട് അങ്ങനെ വിട്ടു പോകണ്ട, അയ്യോ ഇത്രയേ ഉള്ളൂ എന്നുള്ള കട, അങ്ങനെ ഒരു ഫീലിംഗ് ആൾക്കാർക്ക് തോന്നും. പക്ഷെ അതല്ല കേട്ടോ, ഈ കാണുന്ന ഏരിയയിലും മൊത്തം നമുക്ക് കളക്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എവിടെ നിന്ന് പിടിക്കാം? നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് പിടിക്കാം അല്ലെ? ആക്ച്വലി അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയാലോ? ഓക്കെ, പറഞ്ഞോളൂ. ഈ ഒരു സൈഡിൽ നിന്ന് എനിക്ക് തോന്നുന്നത് കല്യാണത്തിന്റെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും ചേച്ചിമാര് അനിയത്തിമാര് അവർക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ നിൽക്കാൻ പറ്റിയിട്ടുള്ള ആൾക്കാർ, അങ്ങനെ എല്ലാവർക്കും പറ്റിയ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ട്രഡീഷണൽ നമ്മുടെ പണ്ടുപോലെ നമ്മൾ കണ്ടുവരുന്ന ഐറ്റംസ് ആണ് ഈ മുല്ലമുട്ടുമാല, മാങ്ങാമാല. ഇതൊക്കെ എല്ലാവർക്കും പിന്നീടും യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്ന ഐറ്റംസ് ആണ്. നമ്മൾ 1 ഇയർ വാറണ്ടി ഇതിനെല്ലാം കൊടുക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാനും പറ്റും. അതേ ക്വാളിറ്റിയിലാണ് നമ്മൾ ഈ ഒരു സംഭവങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്കിപ്പോൾ ഓണം ആവട്ടെ, വിഷു ആവട്ടെ, അങ്ങനെ കേരള ട്രഡീഷണൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് ഫെസ്റ്റിവൽ വന്നാലും നിങ്ങൾക്ക് അപ്പം എടുത്ത് പെട്ടെന്ന് ഇടാൻ പറ്റിയ ഒരു പീസാണ്. അപ്പൊ ഇത് മാത്രമല്ല, ഇപ്പൊ മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സിംഗിൾ ഒരു ഇങ്ങനെ ലോക്കറ്റ് ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്. അതിലിപ്പോ ഈ ഒരു സംഭവം ഭയങ്കര ഒരു നിസ്സാര ഒരു ഇൻവിസിബിൾ ചെയിൻ വിത്ത് ലോക്കറ്റ്. ലോക്കറ്റ് ആണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇതിനകത്തില്ല. ചെയിൻ ഇൻവിസിബിൾ ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ മാല ഇട്ടെന്ന് തോന്നിട്ട് കാണും വേണം ഹൈലൈറ്റ് ആയിട്ട് ഒരു ബട്ടൺ വെച്ച ഒരു ഫീലിംഗ് അത്ര ഈ ഒരു സംഭവം. ഭയങ്കര എന്നാ ഇത് സ്ട്രോങ് ഉണ്ടോ? അതെ, അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അത്യാവശ്യം. പിന്നെ ഇതിന്റെ ഒരു അത്യാവശ്യം സ്ട്രോങ് ഉള്ള സംഭവം. എന്തായാലും ഈ ഒരു സംഭവം ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. സാധാരണ നമ്മള് നൂലുമിലാണ് കാണാറ്, നൂലല്ലത്. ആ ഒരു പുതിയ ഒരു ട്രെൻഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഈ ഇൻവിസിബിൾ ചെയിൻ എന്ന് പറയുന്നത്. ഗ്രേറ്റ്. അപ്പൊ ഇത് കൂടാണ്ട് നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ട്രഡീഷണൽ, കുറച്ചുകൂടി ട്രഡീഷണൽ ആയിട്ട് വരുന്നത് ഇതിപ്പോ പെൻഡന്റ് വിത്ത് ചെയിൻ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പക്ക ട്രഡീഷണൽ താലിക്കൂട്ടം. ആൾക്കാർ സാധാരണ താലി എന്നൊക്കെ പറയുമ്പോ അത്രയും പണ്ട് ഒരെണ്ണം ഇങ്ങനെ ഇട്ട് ഭയങ്കര പൂജിക്കലും കാര്യങ്ങളൊക്കെ. ഇപ്പൊ താലി ഇങ്ങനെ നിറഞ്ഞു സത്യല്ലേ? പണ്ടെന്ന് പറയാ ഒരു താലി മാത്രം കിട്ടാൻ അത് ഇടാനും ആൾക്കാർ പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കാറുള്ള സംഭവം. ഇന്നത്തെ കാലത്ത് അത് ട്രെൻഡായി മാറി. ഇത് നമുക്ക് താലിയുടെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റൂട്ടോ. അതൊക്കെ ഇത് ഇവിടെ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഫുൾ ചെറിയ ചെറിയ നെക്ലസിന്റെ നമ്മുടെ പാലക്ക, നാഗപടം, മാങ്ങ അതേപോലുള്ള ഐറ്റംസ്. അതിന്റെ ഇപ്പൊ പെൻഡൻസ് മാത്രമായിട്ട് വിത്ത് ചെയിനിൽ വേണമെങ്കിൽ അങ്ങനത്തെ കളക്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് ഇവര് വല്ല കൈവശം തന്നുണ്ടോ? നോക്കിയത് ഇവിടെ വന്നപ്പോ ഇവിടെ ഉണ്ട്. നോക്കി, ഇതിപ്പോ മറ്റേ നമ്മളുടെ ആ കൊട വിത്ത് ലക്ഷ്മി വരുന്നത് നിങ്ങൾക്ക് ആ ഒരു ബഡ്ജറ്റിൽ വാങ്ങിക്കാൻ പറ്റില്ല. കുറച്ചുകൂടെ ബഡ്ജറ്റീവ് ആയിട്ട് നോർമൽ ആയിട്ട് വാങ്ങിക്കണം എന്നുള്ളവർക്ക് ഇത് വാങ്ങിച്ചിട്ടായാലും സിമ്പിൾ ആയിട്ടുള്ളത് ഇടാൻ വേണ്ടിട്ട്. എനിക്ക് ഇത് കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ടോ ഇത് കണ്ടത്. ഞാൻ നമ്മളിപ്പോ എത്ര സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. ഈ ഒരു ഐഡിയ നിങ്ങളുടെയാണോ? ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തലപോക്കാണ്. സ്റ്റാഫ്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇതും ആ ഒരു സംഭവം തന്നെയല്ലേ? ട്രഡീഷണൽ ബ്രൈഡൽ സെറ്റ് വരുന്നുണ്ട്. ഇപ്പൊ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ബ്രൈഡൽ സെറ്റ്സ് ആണ്. നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. മുല്ലമുട്ട്, മാങ്ങ, കാശിമാല, പണ്ടത്തെ ഒരു ട്രഡീഷൻ ആ ഒരു സംഭവങ്ങൾക്ക് ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ കാലാകാലം നമുക്ക് ഇഷ്ടപ്പെടുന്നതും നമ്മൾ മറക്കാത്ത ഒരു സംഭവം. ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആവില്ല. നമ്മളിപ്പോ ഡ്രസ്സിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു മറൂൺ, റെഡ്, ഗ്രീൻ, ഈ യെല്ലോ, മാമ്പഴ കളർ, ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മള് കളറ് മാറ്റി പിടിക്കാൻ നോക്കിയാൽ പിന്നെയും ആ ഒരു കളർ വരും. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സംഭവം എന്ന് പറയുമ്പോ ആ ഒരു ഡിസൈൻസ്, ആ ഒരു മോഡൽസ് നമുക്ക് മാറ്റി പിടിക്കാൻ പറ്റില്ല. ഇനി കുറച്ചുകൂടി ഹെവി ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം കുറച്ചുകൂടി ആന്റിക് ആയിട്ടുള്ളത് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നത് എനിക്ക് തന്നെ. അവിടെ അതിനേക്കാളും കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് രാജ്വാടിയിൽ തന്നെ വന്നേക്കുന്ന ഐറ്റംസ് ആണിത്.
അത്യാവശ്യം നമുക്ക് ഹെവി ചോക്കർ ഇപ്പൊ ഒരു ബ്രൈഡൽ ആണെങ്കിലും അതേപോലെയുള്ള ഫംഗ്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റിസപ്ഷൻ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് ഇടാൻ പറ്റിയ പീസസ് ആണ്. ഇത് ഇയറിംഗ് ആൻഡ് നെറ്റിച്ചുട്ടിയാണ് എല്ലാം കൂടി കോമ്പിനേഷൻ വരുന്നത്. അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകത ഇത് മാറ്റ് ഫിനിഷിംഗിലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഫുൾ ഹെവി കളക്ഷൻസ് ആയി. ഇത് കൂടാണ്ട് കുറെ ഇവിടെ ഞാലുന്നുണ്ട് കിടന്നിട്ട് ജുംകാസിന്റെ വേറൊരു കൗണ്ടർ ഉണ്ട് കേട്ടോ. ഇതിപ്പോ ജസ്റ്റ് ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോ ഞാനൊന്ന് ട്രഡീഷണൽ ജിംകാസ് മാത്രമാണ് നമ്മൾ ഇവിടെ വെച്ചേക്കുന്നത്. നമ്മൾ ആ കണ്ട മാങ്ങാമാല പാലക്കാമാല അതിനൊക്കെ മാച്ചിങ് ആയിട്ടുള്ള നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ജിംകാസ് നമ്മൾ തൊട്ടപ്പുറത്ത് ആ ഒരു റോയിൽ വെച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല വലിയൊരു കൗണ്ടർ വരാൻ എടുക്കുന്നുള്ളൂ. അത് കൂടാണ്ട് നമുക്ക് ഇനി ഇപ്പുറത്തേക്ക് ഒന്ന് പിടിക്കാം. ഈ ഒരു സൈഡും സെയിം അതിന്റെ തന്നെയാണോ ഡിഫറെന്റ് മോഡൽസ് ആണോ ഇവിടെ? ഇത് വന്നേക്കുന്നത് ആന്റിക്കിന്റെ നെക്ലസുകളാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഒത്തിരി ഹെവി ലോങ് അല്ലെങ്കിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള സംഭവം വേണ്ട, ചെറിയ ചെറിയ നെക്ലസുകൾ മതി എനിക്കൊരു ഫംഗ്ഷൻ ഇട്ടിട്ട് പോകാൻ എന്നുണ്ടെങ്കിൽ ഇതാ ഈ ഏരിയയിലുണ്ട്. ഇവിടെ വന്നപ്പോഴും ഉണ്ട് കേട്ടോ സിഗ്നേച്ചർ പീസ്. കിളികളിരിക്കുന്നു. നല്ല രസമുണ്ടല്ലോ ഓരോരോ ഡിസൈൻസ്. ഞാൻ പെട്ടെന്ന് നമുക്ക് കണ്ണിലിങ്ങനെ കാണാത്ത ഒരു മോഡൽ കാണുമ്പോഴേ ഒരു ആകർഷണം. ഈ ഒരു സംഭവം കണ്ടോ, അത് എത്ര കിളിയായിരിക്കുന്ന 6 അതിന്റെ നടുക്കിൽ ഒരു ജുംക്കര ഒരു സെറ്റപ്പ്. അടിപൊളി കേട്ടോ. ഇതൊക്കെ കുറച്ച് വെറൈറ്റി ആണ്, ഡിഫറെന്റ് ആണ്, യൂണിക് ആയിട്ടുള്ള പീസസ്. അതെ, ഇത് മാത്രമല്ല കേട്ടോ. ഇനി ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ കുറച്ചുകൂടി യൂണിക് ഒക്കെ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ചു പോവാണ്. കുറച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഫുൾ നെക്ലസ്, മുകളിൽ നോക്കുകയാണെങ്കിൽ ഫുൾ നമുക്ക് കുറച്ചുകൂടി നല്ല ഹെവി ആയിട്ടുള്ള ലോങ് ഹാരംസ്, നല്ല നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇത് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കല്യാണ പെണ്ണിനൊക്കെ കല്യാണ പെണ്ണ് തന്നെയല്ല ഇപ്പൊ ഫോട്ടോഷൂട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, ബഡ്ജറ്റ് ഫ്രണ്ട്ലി പറഞ്ഞാൽ ആ ഉള്ളത് ആ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള റേറ്റ് നമ്മൾ കൊടുക്കണം. ഇപ്പൊ 100 രൂപ 200 രൂപ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ട് ഓടി വരികയാണ്. അത് കിട്ടും, കിട്ടില്ല എന്നില്ല വേറെ കടയില്. പക്ഷെ അതിന് എന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സാരി മൊത്തത്തിൽ അങ്ങോട്ട് നശിപ്പിച്ചു. ഇവിടെ ആകുമ്പോൾ ക്വാളിറ്റിയാണ്, അത് ഫിനിഷിങ്ങോട് കൂടിയിട്ട് കിട്ടുന്ന സംഭവങ്ങളാണ് ഈ ഒരു മൊത്തം ഇരിക്കുന്നത്. വാവ്, ഇത് ഒരു സംഭവം തന്നെയാണ്. സിമ്പിൾ ആണ്, കാണുമ്പോൾ നല്ലൊരു നമുക്ക് വെസ്റ്റേൺ ഐറ്റം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇതിലും കളർ ചേഞ്ചസ് വരുന്നുണ്ട് അല്ലേ? അതെ, ഗ്രീനും റെഡും എല്ലാം എല്ലാതും നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇത് ആയി. അത് കൂടാണ്ട് നമുക്ക് എന്നുവെച്ചാൽ ഓരോരോ ഡിഫറെന്റ് സ്റ്റോൺ അങ്ങനെ മാറ്റി പിടിച്ചാൽ കുറച്ച് മോഡൽസ് ഒക്കെ ഇങ്ങനെ മാറ്റി ഒരു ലെവല്. ഇനി ഞാൻ പറഞ്ഞില്ലേ മറ്റേ കമ്മലുകൾ എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഒരു സെപ്പറേറ്റ് കൗണ്ടർ. ഇത് ഫുൾ ജുംകാസ് മാത്രമാണ് വരുന്നത് അല്ലേ? അതെ, ഫുൾ ജുംകാസ് ആണ് വരുന്നത്. ജുംകാസിന്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതില് വലുത് ചെറുത് ഏതൊക്കെ സൈസ് വേണോ ആ സൈസസ് എല്ലാം അവൈലബിൾ ആണ്. നിങ്ങളിപ്പം ഏത് ഷെയ്ഡ് വേണമെന്ന് പറഞ്ഞാൽ ആ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. എല്ലാം നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ബ്രൈഡിന് വേണമെങ്കിൽ ബ്രൈഡലിന് ആയിട്ട് നമ്മൾ ഫുള്ള് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇപ്പം നിങ്ങളൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടെ സൈസ് ചെറുത് മതി, അതും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. എല്ലാം വലുത് തൊട്ട് ചെറുത് വരെ ജുംകാസിന്റെ മാത്രം ഒരു കൗണ്ടറാണ് ഈ കാണുന്നത്. അതിൽ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ സിംഗിൾ പീസ് നമുക്ക് വെബ്സൈറ്റിൽ കയറി കാണാൻ പറ്റുമോ? അതെ, കാണാൻ പറ്റും. അത് നമുക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റും. സിംഗിൾ ഒരു ഒറ്റ ഇത് ജുംക്കയായിട്ട് ഒറ്റ പെയറായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും, നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ എന്തോരം ജുംകാസിന് എന്താ പറയാ ഇഷ്ടപ്പെടുന്ന കുറേ പെണ്ണുങ്ങളുണ്ട്. എത്ര നമ്മൾ ഇയറിങ്സ് കണ്ടാലും എത്ര മാറ്റി പിടിക്കാൻ ശ്രമിച്ചാലും ഇപ്പോഴും എനിക്ക് പേഴ്സണലി ജുംകാസ് ആണ് ഇഷ്ടം കേട്ടോ. അതും എനിക്ക് ഒരു മീഡിയം ലെവലിലേക്ക് ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അത് കുറച്ച് ട്രഡീഷണൽ ആണ്. നമുക്ക് എല്ലാത്തിലേക്കും സാരീസ് എന്ന് പറയുമ്പോൾ ജുംക്ക ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ആ ഒരു വെറൈറ്റി ലെവലാണ് ഈ ഒരു എന്നുവെച്ചാൽ ജുംകാസ്. നമുക്ക് വെബ്സൈറ്റിൽ ഇത് മാത്രമല്ല കേട്ടോ, പല മോഡൽസ് ഉണ്ട്, ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ്. യെസ്, ഇനിയിപ്പോ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന സാരീസ് ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ കുർത്തീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ഇപ്പൊ ജസ്റ്റ് കുറച്ച് ഇരിക്കുന്നുള്ളൂ. ആക്ച്വലി ഇതൊരു സാരി കടയോ അല്ലെങ്കിൽ ഇതൊന്നല്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രൈഡിന് വരുമ്പോ ബ്രൈഡിന് എന്താ ആവശ്യം? സാരിക്ക് ആവശ്യമുള്ള ഓർണമെന്റ്സ്. ആ ഒരു സംഭവം ആ ഒരു ലെവല് വെച്ച് വരാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇതും ഒരു ബ്രൈഡൽ സാരി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒക്കെ പാക്ക് ചെയ്ത് വെച്ച് ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇപ്പൊ കറന്റ്ലി ട്രെൻഡിങ് ഉള്ള ഒരു സാരിയാണ് ഇതെന്ന് പറയുന്നത്. ജ്യോതിക ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ്. കൂടുതൽ പിങ്ക് ആണ് കളർ ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ബ്രൈഡൽ സാരി ഇതിൽ ജസ്റ്റ് നമുക്ക് ഈ സാരിക്ക് മാച്ചിങ് ആയിട്ടുള്ള ഓർണമെന്റ്സും വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുന്നോണ്ട് കുഴപ്പമില്ലല്ലോ? ഇല്ല. ഓക്കെ, ഇത് ആക്ച്വലി ഇതിന്റെ കളർ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റൂട്ടോ. ഇത് നമുക്ക് മുന്താണിയുടെ പോർഷൻ അതുപോലെ ഞാൻ എന്തായാലും നിവർത്തുന്നുണ്ട്. ആ പെണ്ണുങ്ങൾ എന്നെ ചീത്ത വിളിച്ചോണ്ടിരിക്കും. ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ല, വന്നൊക്കെ നിവർത്തി ഇട്ടിട്ട് പോയി കണ്ടോ. ഇത് ഇപ്പോൾ ഇങ്ങനെ ട്രെൻഡാണ്. ഇത് ആക്ച്വലി സാരി നമുക്ക് 10, 20, 30, 40, 50 രൂപയ്ക്ക് വരെ കിട്ടും. പക്ഷെ ഇവിടെ ഇത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതും ബ്രൈഡിന് യൂസ് ചെയ്യാം. കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും ഏകദേശം ദൂരത്ത് നിൽക്കുമ്പോൾ ഒരുപോലെ ആയിട്ട് ഫീൽ ചെയ്യും. സത്യല്ലേ? അത് പക്ഷെ ഇതിന്റെ ആ ഒരു ഓർണമെന്റ്സ് കൂടി വരുമ്പോഴേ
ഇത് ശരിക്കും നമ്മളിങ്ങനെ ഉടുത്ത് ഫീൽ ചെയ്യുമ്പോ അത്രക്ക് ആ ഒരു റേറ്റ് ഒന്നും വരില്ല. നമ്മള് കറക്റ്റ് ആ ഒരു ബ്രൈഡിന്റെ ഫോട്ടോഷൂട്ടിനൊക്കെ ആണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. അടിപൊളി. ഇത് മാത്രല്ല പിന്നെ ഇവര് ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്കും അടിപൊളിയായിട്ട് തിളങ്ങാൻ പറ്റിയ സാരിയാണ്. സത്യം. അത് കളേഴ്സും നമുക്ക് കസ്റ്റമൈസ് കളേഴ്സ് തന്നെയല്ല, നമുക്ക് സാരീസിൽ എവിടെയൊക്കെ ബൂട്ട് ഹൗസ് വേണം, എന്ത് വേണം, ബോർഡറിനകത്തിലെ ചേഞ്ച് വേണം, വിട്ട് കുറയ്ക്കണോ കൂട്ടണോ കളറ് മാറ്റണോ എന്ത് വേണേലും ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഞാൻ ഒരെണ്ണം പിടിച്ചു അവരോട് ഇട്ട് കാണിച്ചെന്ന് നല്ല നോക്കിട്ട് പറഞ്ഞാൽ നല്ല തന്നെ ഇവിടെ ഇരിക്കണം. കാരണം എണ്ണം പിടിച്ച കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഇവിടെ ഇരിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് കാരണം കുറച്ച് സംഭവം അങ്ങനെ വാരി വലിച്ച് ഒന്നും വെച്ചിട്ടില്ല. ഉള്ളത് അടിപൊളി സംഭവങ്ങളായിരിക്കുന്നത് അല്ലേ? അതെ. ഓക്കെ, ഇനി ഒരെണ്ണം റെഡ്, നല്ല ചില്ലി റെഡ് ആയിട്ടുള്ള സംഭവമാണ് ഒരെണ്ണം ഇരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് ഈ റെഡ് എന്ന് പറയുന്നത്. ഇതും എല്ലാം ബഡ്ജറ്റീവിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, സോഫ്റ്റ് ആണെന്ന് പിടിച്ചു നോക്കി. സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പിടിച്ചു നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ വേറെ ചെയ്യുമ്പോ തന്നെ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും കേട്ടോ. ഇങ്ങനെ ആ ഒരു നല്ല സോഫ്റ്റ്നെസ്സോട് കൂടി കിടക്കുന്നത്. ഇനി ഇതിനെ ഒന്നുകൂടി സോഫ്റ്റ് ആക്കണമെങ്കിൽ റേറ്റ് കുറച്ചുകൂടി കൂട്ടി കഴിഞ്ഞാൽ ഒന്നുകൂടി സോഫ്റ്റ് കൂട്ടി തരും. അപ്പൊ ഇത് പക്ക ഫുള്ള് ഒരു സിംഗിൾ ഷെയ്ഡിന്റെ ഒരു നല്ലൊരു സോഫ്റ്റ്നെസ് ആയിട്ടുള്ള സാരി. ഇത് മാത്രമല്ല നമുക്ക് ഇപ്പൊ ഇത് ഡബിൾ ഷെയ്ഡാ വരുന്നത് അല്ലേ? ഇത് ഡബിൾ ഷെയ്ഡാ വരുന്നത്. ഡബിൾ ഷെയ്ഡ് ആണെങ്കിൽ ഡബിൾ ഷെയ്ഡും അവൈലബിൾ ആണ് കേട്ടോ. ഇതൊരു പീകോക്ക് ബ്ലൂ, 2 കോമ്പിനേഷനിൽ വരുന്നതാണ്. പല്ലു ഒരു കളറ്, അതേപോലെ തന്നെ നമ്മുടെ ബോഡി വേറൊരു കളറിൽ വരുന്നത്. ഫുൾ ബൂട്ടാ വർക്ക്സ് വന്നിട്ടുള്ള ഒരു ഭയങ്കര കംഫി ആയിട്ടുള്ള ഒരു സാരിയാണ് ഇത്. ഇങ്ങനെ വേണ്ടെന്നേ, നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കാം. ഇങ്ങനെ വെച്ചാൽ ഇത് കാര്യം നടന്നാൽ പോരെ. ജസ്റ്റ് ഒരു ലുക്ക് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിന്റെ മുന്താണി പോർഷനാണ് വരുന്നത്. നമുക്ക് ഒരു പീകോക്കിന്റെ ഒരു ഷെയ്ഡിലാണ് വരുന്നത്. അപ്പൊ ഇത് മാത്രമല്ല, ഇതിൽ നമുക്ക് ഓർണമെന്റ്സ് ഒക്കെ ചൂസ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഇത് കൂടാണ്ട് നമുക്ക് ഒരു പെൻ കലംകാരി സ്റ്റൈലിലുള്ള പക്ക സിൽക്കിന്റെ മെറ്റീരിയലില്. അതെ 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 അതെ. ഇത് ഫുള്ളി വർക്കാണ് വരുന്നത്. ഇതാ ഒരു തുറക്കുമ്പോഴുള്ള ഒരു സ്മെല്ലില്ല. ഇതൊക്കെ ശരിക്കും ഒറിജിനൽ ആണ് കേട്ടോ. ഇത് ഒന്നും മാറ്റി നിർത്താനില്ല. ഫുൾ പെൻ കലംകാരിയിലെ പല വർക്കുകൾ ചെയ്തിട്ടുള്ളത്. ബോർഡർ ആണ് വന്നേക്കുന്നത്. അതും ചെറിയ വീതി കൂടിയതും കുറവായിട്ടുള്ളതുണ്ട്. അത് വൺ സൈഡ് ബോർഡർ വീതി കൂടിയതാണ്. ഇത് വരുമ്പോൾ നമുക്ക് വീതി കുറവുള്ളത്. കളേഴ്സ് മാറ്റം പിടിക്കാനുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ജസ്റ്റ് ഇത് ഉണ്ടെന്നുള്ള ഒരു ഹിന്റ് കാണിച്ചു തരാം. പെട്ടെന്ന് ഇപ്പൊ ഒരു ഫംഗ്ഷൻ വന്നു, നമുക്ക് ഓർണമെന്റ്സ് മേടിക്കാൻ വന്നപ്പോൾ ഡ്രസ്സില്ല, അയ്യോ ഇതിവിടെ വന്നപ്പോ ഇതും വേണമെന്ന് പറഞ്ഞാൽ ഒക്കെ സെറ്റാക്കി ഇവിടുന്ന് വെക്കോ. ഇനി മാറാനായിട്ട് ഇവിടെ അതിന് വേണമെങ്കിൽ സൗകര്യം ഉണ്ട്. ഇവിടെ തന്നെ മാറിയിട്ട് ഇവിടെ തന്നെ ഫംഗ്ഷൻ അങ്ങനെ പോവാം. ഞാൻ അതിന് മേക്കപ്പ് സെറ്റ് ഒക്കെ നിങ്ങൾ കൊണ്ടുവരണം കേട്ടോ. അത് മാത്രമേ ഇവിടെ ഇല്ല. വേണമെങ്കിൽ ഒരു ലിപ്സ്റ്റിക് ഒക്കെ തന്നു വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അത് വേണമെങ്കിൽ നമ്മുടെ ഒന്ന് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോ ഇത് ഫുൾ സാരീസ് മാത്രമല്ല, നമുക്ക് കുർത്തീസും ഉണ്ട്. അതുപോലെ തന്നെ സെറ്റ് സാരീസ്, കുർത്തീസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരെണ്ണം എടുത്ത് കാണിക്കണം. അതെ, ഇതൊരു 3 പീസ് സെറ്റ് ആണ് വന്നേക്കുന്നത്. 3 പീസ് സെറ്റ് ഉണ്ട്, സിംഗിൾ കുർത്തി ഉണ്ട്. ഇത് പക്ക കോട്ടന്റെ മെറ്റീരിയൽ. ഇപ്പൊ ഇനി പെട്ടെന്ന് നമുക്ക് ബ്രൈഡലിന്റെ മാറി കഴിഞ്ഞിട്ട് ഇനി വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകണമെങ്കിൽ ഡ്രസ്സില്ല എന്ന് പറഞ്ഞാൽ അതും മാറ്റി പിടിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പൊ ഇത് 3 പീസിന്റെ ഒരു സെറ്റായി. അത് കൂടാണ്ട് നമുക്ക് ഓണായാലും വിഷു ആയാലും കേരള ട്രഡീഷണൽ സംഭവങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അതിന് പറ്റിയിട്ടുള്ള സെറ്റ് സാരി സെറ്റ് മുണ്ടില്ല. അതെ, സെറ്റും അവൈലബിൾ ആണ് കേട്ടോ. അത് സ്ട്രൈപ്പ് ഉള്ളത്, ചെക്ക് ഉള്ളത്, അങ്ങനെ. ഇത് പിന്നെ ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ബോർഡർ ഉള്ളതും ബോർഡർ ഇല്ലാത്തത്, അങ്ങനെ പല മോഡൽസ്. പക്ഷേ ഉള്ളത് എണ്ണം പിടിച്ചിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ഹാൻഡ് പിക്ക് ഐറ്റംസ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് ഇരിക്കുന്നത്. അതൊരു കലംകാരി സ്റ്റൈല് പ്രിന്റ് ഉള്ളതുണ്ട്, വർക്ക് ഉള്ളതുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ഇത് വെബ്സൈറ്റിൽ അവൈലബിൾ ആണോ നമ്മുടെ? അതെ അതെ, വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ജെം ഫോർ ഹെർ അതിൽ തന്നെ അവൈലബിൾ ആണ്. സാരീസിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സെക്ഷൻ തന്നെ നമ്മൾ അവൈലബിൾ ആണ്. അപ്പൊ ഒരു കാറ്റഗറി വൈസ് ഇങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എത്നിക്കിന്റെ, ലോങ് ചെയിന്റെ, അങ്ങനെയൊക്കെ. ഞാൻ സത്യം പറഞ്ഞ വെബ്സൈറ്റ് ഒന്നും കയറി നോക്കിയിട്ടില്ല. ഇവിടെ വന്നപ്പോഴല്ലേ പറഞ്ഞത്. ഞാൻ അതൊക്കെ നോക്കിയിട്ട് വന്നേ. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെയും ജുംക ഇയറിംഗ്സ് അല്ലേ ഇത്? ഇതെല്ലാം കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ഇയറിംഗ്സ്, കുറച്ച് യൂണിക് ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ് വന്നേക്കുന്നത്. ഈ ഒരു ജുംക്കൊക്കെ നോക്കിയേ, ഭയങ്കര വലുതല്ലേ. ഇതൊക്കെ ശരിക്കും ഫംഗ്ഷനൊക്കെ ഇട്ട് പോകണം, എന്നാലും ഒരു രസമാണ്. നമ്മൾ എപ്പോഴും ഡിഫറെന്റ് കുറച്ച് യൂണിക് ആയിട്ട് നിൽക്കാൻ നോക്കാന്ന്. എല്ലാരും ഇട്ടതുപോലെ ഇട്ട് നടക്കാണ്ട് അല്ലേ? കുറച്ച് മാറ്റി പിടിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. മാറ്റി പിടിക്കാത്തവരാണെങ്കിൽ ചിലർക്ക് ഇപ്പോഴും എല്ലാരും നിന്നും വ്യത്യസ്തമായിട്ട് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ ഇതൊക്കെ നോക്കിയാൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതെന്താ ഇത് സംഭവം? പീകോക്കാണ്. ആഹാ, ഇങ്ങനെ ചെരിഞ്ഞ് നോക്കിയാലേ ശരിക്കും അറിയില്ല. ഫ്രണ്ടിൽ കൂടെ കാണുമ്പോ അത്രയ്ക്ക് അങ്ങനെ ഇതില്ല. പക്ഷെ ഇങ്ങനെ സൈഡിൽ കൂടെ കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു പീകോക്ക് ഇങ്ങനെ മയില് വിരിഞ്ഞ് നിൽക്കുന്ന ഒരു മോഡല്. പക്ഷെ അത്യാവശ്യം ഹെവി ഉണ്ട് കേട്ടോ. ഈ ഒരു ഉണ്ട സാധനം അല്ലേ, ഭയങ്കര ഹെവിയാ.
അപ്പോൾ സ്റ്റേറ്റ്മെന്റ് പീസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഇത് കൂടാണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ പറയുമ്പോൾ ഇത്ര ഹെവി സംഭവങ്ങളൊക്കെ വേണ്ട. അപ്പോൾ കൂടെ ചെറിയ കുട്ടികളൊക്കെ വരുമ്പോൾ കൊറിയൻ ഇയറിങ്സ്, കൊറിയൻ ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവര് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പേഴ്സണലി. അതെ, ഇത് കൊറിയൻ ഐറ്റംസ് ആണ് കൂടുതൽ. ഇയറിങ്സ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എങ്ങനെയാ? ഇയറിങ്സ് ഉണ്ട്, റിങ്സ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് സിംപ്ലി ഡെയിലി ഒക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന മാലകളുണ്ട്. അത് പല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ്, അതൊക്കെ കൊറിയൻ ഓർണമെന്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഇത് എന്താ പറയാ, കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ അവരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മളിങ്ങനെ ഒരു കൗണ്ടർ സെറ്റ് ചെയ്തതാണ്. ഇത് നമ്മുടെ ഒരു ഭാഗമേ അല്ല, നമ്മുടെ ഭാഗം മൊത്തം അതാണ്. പക്ഷെ ഈ കൂടെ വരുന്ന കുട്ടികൾക്കൊക്കെ എന്താ പറയുക, കൊറിയൻ ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ എന്ന് ചോദിച്ചു വരുമ്പോ അങ്ങനെ ഒരു സംഭവം ഒന്ന് സെറ്റ് ചെയ്ത് പെട്ടെന്ന് ഇപ്പൊ ബ്രൈഡ് വരുവാണെങ്കിൽ അവർക്ക് ഇപ്പൊ നെയിൽസ് വേണമെങ്കിൽ അതും എടുക്കാൻ. ഓക്കെ, പെട്ടെന്ന് വരുമ്പോ പെട്ടെന്നൊരു സംഭവം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ഓപ്ഷൻ വരുമ്പോ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് തന്നെ റെഡിയായി നിങ്ങൾക്ക് എവിടേക്കാ പോകണമെന്ന് വെച്ചാൽ പോവാം. ഒന്നിനും എന്നുവെച്ചാൽ നമുക്ക് സ്ഥലം വരെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ മംഗൾസൂത്ര, അതുപോലെ തന്നെ ഈ അമ്മമാർക്ക് മംഗൾസൂത്രം എന്ന് പറയുമ്പോൾ ഞാൻ ഹിന്ദിയിലാണ് പറഞ്ഞത്. ശരിക്കും നോർത്ത് സൈഡിൽ പോകുമ്പോൾ അതിന് മംഗൾസൂത്രം എന്ന് പറയാം. നമ്മുടെ ഇവിടെ പറയുമ്പോൾ അത് കരിമണിമാല എന്ന് പറയണത്. ഇത് കൂടാണ്ട് നമുക്ക് സാധാരണ ഒരു താലി ചെയിൻ ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ ആണുങ്ങൾക്കുള്ളത് നമുക്ക് ചെയിനുകൾ, ഇതൊക്കെ നമുക്ക് ഇവിടെ ഇതൊക്കെ ഗോൾഡ് പ്ലേറ്റഡ് ആണ്. അതെ, അത് അവൈലബിൾ ആണ്. ഞാൻ അതിന്റെ ലെങ്ത് ഇത്ര പോരാ, നമുക്ക് ഇവിടം വരെ മുട്ടണം എന്ന് പറഞ്ഞ് ചെയ്ത് കൊടുക്കും. അല്ല, അത് ഞാൻ ഈ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ആൻറ്റി ഉണ്ട്, എൻ്റെ ആൻറ്റി അത് പക്ക ഗോൾഡിൽ എടുത്തതാണ്. ആൾക്ക് ഇവിടം വരെ പോരാന്ന് പറഞ്ഞിട്ട് ആള് കസ്റ്റമൈസ് ചെയ്ത് അത് ഇവിടം വരെ മുട്ടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത ആൻറ്റി കേൾക്കാണെങ്കിൽ ഇന്ന് റെഡിയേ, പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവങ്ങളൊക്കെ ആയി. പക്ഷെ ഇത് സിംഗിൾ പീസ് മാത്രമല്ല, നമുക്ക് ഹോൾസെയിൽ വേണമെങ്കിൽ ഹോൾസെയിലും കിട്ടില്ലേ? അതെ, ഹോൾസെയിൽ ആകുമ്പോൾ എങ്ങനെയാ അതിന്റെ ഡീറ്റെയിൽസ്? ഹോൾസെയിൽ ആകുമ്പോൾ നമുക്ക് അവിടെ പോയി നിന്ന് പറയാം. അതായത് കുറച്ചും നല്ലത് അങ്ങോട്ട് പോവാം. അവിടെ ആകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ കളക്ഷൻസ് ഉണ്ട്, കണ്ടിട്ട് പറയാം. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ നിൽക്കാം. ഇനി പറഞ്ഞോ, നമുക്ക് ഹോൾസെയിൽ ആകുമ്പോൾ എങ്ങനെയാ? അപ്പൊ സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് ഒരു സിംഗിൾ ഇയറിംഗ് ആയാലും റിംഗ് ആയാലും എന്തും കിട്ടും. എന്ത് വേണേലും നമുക്ക് കസ്റ്റമേഴ്സിനെ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം. അതല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റോർ തുടങ്ങാനാണെങ്കിലോ റെന്റൽ സ്റ്റോർ തുടങ്ങാനാണെങ്കിലോ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഹോൾസെയിൽ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ബൾക്ക് ആയിട്ടുള്ള പർച്ചേസ് ആയിരിക്കും വരുന്നത്. ഇത്ര ഒരു എമൗണ്ട് കാണും, ആ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അത് ബ്രൈഡലിന്റെ സെക്ഷനാണ് കൂടുതൽ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ്? നമ്മൾ എല്ലാ സെക്ഷനും ചെയ്യുന്നുണ്ട്. അപ്പൊ ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്, രണ്ടും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ആദ്യം ഞാൻ റീറ്റെയിൽ മാത്രമാണ് വിചാരിച്ചത്. അപ്പൊ റീറ്റെയിൽ മാത്രമല്ല, ഇവിടെ ബൾക്കായിട്ട് അത് എത്ര ക്വാണ്ടിറ്റി അങ്ങോട്ട് എടുക്കണമെന്നുണ്ട്. അത് നിങ്ങൾ നേരിട്ട് വിളിച്ചു വെച്ചാൽ അത് കടക്കാർക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺ സ്റ്റോർ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്, അങ്ങനത്തെ ഒരു ഹെൽപ്പ് കാര്യങ്ങളൊക്കെ വേണമെന്ന് വെച്ചാൽ, ഹെൽപ്പ് എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും പൈസ കൊടുത്ത സാധനം തരാം. അപ്പൊ പിന്നെ വേറെ സംഭവം EMI കാര്യം മറക്കണ്ട കേട്ടോ. അതും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. എന്ന് വെച്ചാൽ 4-5 ഘട്ടമായിട്ട് നമുക്ക് അങ്ങനെ. പിന്നെ ബ്രൈഡലാണ്, നമുക്ക് കല്യാണ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു എന്ന് വെച്ചാൽ പ്രീ ബുക്കിംഗ് ആ ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. കല്യാണത്തിന്റെ തലേദിവസം അല്ലെങ്കിൽ കല്യാണത്തിന്റെ അന്ന് തന്നെ രാവിലെ നിങ്ങൾ കൊണ്ടുപോക്കാം. ഇപ്പൊ കള്ളന്മാരുടെ ശല്യം കൂടുതലാണ്. സ്വർണ്ണാണെന്ന് അതും അടിച്ചു ബുക്ക് ചെയ്ത് നമുക്ക് ഇവിടെ തന്നെ കീപ്പ് ചെയ്യാം. ഇവിടെ തന്നെ എന്ന് വെച്ചാൽ സ്വർണ്ണക്കടയിലൊക്കെ സാധാരണ നമ്മൾ എങ്ങനെയാണ് സ്വർണ്ണത്തിന് നമുക്ക് അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് കൊടുത്തിട്ട് നമുക്കത് ഇത്ര പവൻ വേണം, ഇത് ഡിസൈനിൽ നിങ്ങൾ ചെയ്ത് വെക്കും, നമ്മളിങ്ങനെ കല്യാണത്തിന്റെ തലേദിവസം അല്ലെങ്കിൽ കല്യാണത്തിന്റെ അന്ന് വന്നിട്ട് എടുക്കാന്നുള്ള ഓപ്ഷനില്ല. സെയിം ആ ഒരു ഓപ്ഷൻ തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോ നേരത്തെ കൊണ്ട് വീട്ടിൽ വെച്ചാലും കള്ളന്മാര് വന്ന് കൊണ്ടുപോകും. കാരണം അത്രയും ക്വാളിറ്റിയും ഫിനിഷിങ്ങിന്റെ കാര്യത്തിൽ അതാണ് ഞാൻ പറയുന്നത്. രണ്ടും കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ തോന്നിക്കുള്ളൂ, അത്രയും ഫിനിഷിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കല്യാണത്തിന്റെ അന്നോ അല്ലെങ്കിൽ എന്തൊരു ഫംഗ്ഷൻ ആയാലും അന്നത്തെ ദിവസം വന്നിട്ടായാലും കൊണ്ടുപോകാം. അപ്പൊ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. ലൊക്കേഷൻ നമ്മൾ നിൽക്കുന്നത് കായംകുളത്താണ്. കായംകുളം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ, അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിന്റെ അവിടെ നിന്ന് ജസ്റ്റ് 1/2 കിലോമീറ്റർ. പിന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ തൊട്ടപ്പുറം അവിടെയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇനി ഒന്നുകൂടി എക്സൈറ്റ് പറയുകയാണെങ്കിൽ ഫ്രണ്ട് സൈഡ് എന്താണ്? ഖദീജപ്പള്ളി. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് KP റോഡാണ് റോഡിന്റെ പേര് വരുന്നത്. ഇതൊന്നും അറിയില്ലെങ്കിൽ ഇതാ ഗൂഗിളിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ അമ്മച്ചി കറക്റ്റ് ഇവിടെ കൊണ്ട് എത്തിച്ചു തരും. ഒന്നിനും ഇനി അതും വേണ്ട, നമുക്ക് ഗൂഗിളും എടുക്കാൻ അറിയില്ല, മാപ്പ് എടുക്കാനും അറിയില്ല, ഒന്നും അറിയില്ലെങ്കിൽ ഇതാ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ഇവരെ തന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പൊ 365 days ഓടുന്ന ഷോപ്പാണ്. 9 to 8 o'clock വരെ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എത്താറായി, ഇത് 7:55 എത്താറായി. ഒന്ന് വിളിച്ച് പറഞ്ഞത് ഇത് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുക, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതും നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് കളക്ഷൻസ്. ഇത്രയും നേരം നമുക്ക് വേണ്ടി കുറെ കളക്ഷൻസ് ഒക്കെ കാണിച്ചത് ഓർഡർ തന്നെ നിന്നിട്ട്. അപ്പൊ താങ്ക് യു. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.